നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ കുറിച്ചാണ്. ദൂരവും സമയവും അത് കണക്ട് ചെയ്തുകൊണ്ടുള്ള വേഗത എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ബാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും സമയം പഠിച്ച കാര്യങ്ങൾ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. എന്ന് വെച്ചാൽ വാഹനത്തിന്റെ സ്വഭാവം മാറുന്നു. ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരാള് എന്താണ് സഞ്ചരിക്കുന്ന സമയവും ദൂരവും തന്നിട്ട് വേഗത കണ്ടുപിടിക്കുക, വേഗതയും സമയവും തന്നിട്ട് ദൂരം കണ്ടുപിടിക്കുക, അതുപോലെ വേഗതയും ദൂരവും തന്നിട്ട് സമയം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അത് വ്യത്യസ്ത വാഹനങ്ങൾ, കാറ്, മോട്ടോർ ബൈക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഈ വാഹനത്തിന്റെ രൂപം ഒന്ന് മാറ്റാൻ പോവാണ്. വാഹനം നിലവിൽ കുഞ്ഞു കുഞ്ഞു വാഹനങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് ഇനി ട്രെയിൻ എന്ന വലിയ വാഹനത്തിലേക്ക് മാറുന്നു. ട്രെയിൻ എന്ന വാഹനത്തിന്റെ പ്രത്യേകത മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് നീളം കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നീളം ഒരു പ്രധാനപ്പെട്ട സംഗതി ആയതുകൊണ്ടും മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായതുകൊണ്ടും എപ്പോഴും ട്രെയിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഒരു വ്യത്യസ്തതയുണ്ട്. മത്സര പരീക്ഷകളിൽ എപ്പോഴും വരുന്ന ഒരു ടൈപ്പാണ് ട്രെയിൻ ചോദ്യങ്ങൾ. ട്രെയിൻ ചോദ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്, ഇക്വേഷൻ എല്ലാം തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ആണ്. എന്നാൽ ട്രെയിനിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ദൂരം തരണം എന്നില്ല. ട്രെയിനിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റ് കടന്നു പോകണം എങ്കിൽ നമ്മൾ ആരെ മാത്രം പരിഗണിച്ചാൽ മതി? ട്രെയിനിന്റെ തന്നെ നീളം പരിഗണിച്ചാൽ അതിനെ നമുക്ക് ദൂരമായി എടുക്കാം. ഒരു പ്രത്യേക ബിന്ദു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് വഴിയിൽ നിൽക്കുന്ന ഒരാള്, അല്ലെങ്കിൽ വഴിയിലെ ഒരു മരം, ഇതൊക്കെ കടന്നു പോകാൻ ട്രെയിൻ എടുക്കുന്ന ദൂരം എത്ര എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രെയിനിന്റെ നീളത്തെ കുറിച്ച് പറയാൻ പറ്റും അല്ലെ? അതുകൂടാതെ തന്നെ ഈ ട്രെയിൻ ഇപ്പോൾ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ അല്ലെങ്കിൽ എന്താണ് ഒരു തുരങ്കത്തെയോ അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനിനെ തന്നെയോ കടന്നു പോകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ നീളങ്ങൾ ഭയങ്കര ആവശ്യമായിട്ട് വരും. എന്ന് വെച്ചാൽ ട്രെയിനിന്റെ നീളം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഈ പാലം, തുരങ്കം, പ്ലാറ്റ്ഫോം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റ് ട്രെയിനുകളൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രെയിനിന് കടന്നു പോകേണ്ട ദൂരം പരിഗണിക്കുമ്പോൾ എന്തെടുക്കണം? ഈ ട്രെയിനിന്റെ നീളവും എടുക്കണം, പിന്നെ അതിന്റെ ഓപ്പോസിറ്റായി നമ്മൾ പരിഗണിക്കുന്ന ഒബ്ജക്റ്റ് എന്താണോ അതിനെ എടുക്കണം. ഈ രണ്ട് ഒബ്ജക്റ്റിന്റെയും കൂടെ നീളം ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് പരിഗണിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് പരിഗണിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഒബ്ജക്ട്സ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ അധികം നീളം നമുക്ക് പറയാനില്ലാത്ത അല്ലെങ്കിൽ അധികം വീതി പറയാനില്ലാത്ത പോസ്റ്റ്, മരം, വഴിയിൽ നിൽക്കുന്ന ആള്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആരെ മാത്രം പരിഗണിച്ചാൽ മതി? ട്രെയിനിന്റെ നീളത്തെ മാത്രം പരിഗണിച്ചാൽ മതി. എന്നാൽ നീളമുള്ള മറ്റ് ഒബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ ട്രെയിനിന്റെ നീളത്തോടൊപ്പം ആ ഒബ്ജക്റ്റിന്റെ നീളം കൂടി പരിഗണിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളിലൂടെ തന്നെ കടന്നു പോകാം എന്ന് വിചാരിക്കുന്നു. ഒരു ട്രെയിൻ എന്ത് ചെയ്യാണ്? ഒരു സ്പീഡ് 180 km/h വേഗതയിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വേഗത മീറ്റർ പെർ സെക്കൻഡിൽ എത്ര എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഒന്ന് ട്രൈ ചെയ്തേ. ഇത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ സാധാരണ വേഗതയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുമ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പുതിയതായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല. അവിടെ നമ്മൾ സാധാരണ ഈ സ്പീഡിനെ, വേഗതയെ നമ്മൾ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്താണോ ഉപയോഗിക്കുന്നത് അത് മാത്രം ഒന്ന് ഉപയോഗിച്ചിട്ട് പറഞ്ഞേ, കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട്, അതായത് km/h ഒരു വാല്യൂവിനെ അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5/18 എന്ന് പറയുന്ന ഒരു നമ്പർ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിലുള്ള ഒരു വാല്യൂവിനെ km/h കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 18/5 ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോ ട്രെയിൻ ആയാലും പ്ലെയിൻ ആയാലും ഷിപ്പ് ആയാലും അതിന് എന്ത് തന്നെ വാഹനമായാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആ നമ്പർ തന്നെയാണ്. അതൊരു ഐഡന്റിറ്റിയാണ്. അത് km/h വേഗത എവിടെ കിട്ടിയാലും നമുക്കതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഒരൊറ്റ നമ്പറേ ഉള്ളൂ. അതുപോലെ മീറ്റർ പെർ സെക്കൻഡിലുള്ള ഒരു വാല്യൂവിനെ നമ്മൾ എവിടെ കണ്ടാലും അതിനെ km/h മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ആ ഒരൊറ്റ നമ്പർ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ആ നമ്പറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആരാ? 18 ആണല്ലേ?
ആണോ? 18 ആണോ? 18നോടൊപ്പം ഒരു 0 കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തരുത്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. 18 0 അങ്ങനെയാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 5 0 എഴുതിയാൽ മതി. ആ രീതിയിൽ പരിഗണിച്ചാലും മതി കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 180 km/h ആണ്. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊടുക്കുക. ഈ 18 ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ തോന്നുന്നു ഒരു 10 വന്നു. ഈ 10നെ 5നോട് ഗുണിച്ചിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? 50 എന്ന് എഴുതാം. ഈ 50 എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ km/h തന്നെ ഉണ്ടായിരുന്ന ഒരു വാല്യൂവിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയപ്പോ 180 km/h എവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്? 50 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ഏതായിരിക്കും? ഉറപ്പായിട്ടും km/h നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് പോകാൻ 5/18. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യാം? കണ്ടോ? മറ്റൊരു സംഗതി, അതായത് നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ട്രെയിനിന്റെ നീളത്തെ എന്തായി പരിഗണിക്കാറുണ്ട്? ഡിസ്റ്റൻസ് ആയി പരിഗണിക്കാറുണ്ട്. അത് എപ്പോഴൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പോസ്റ്റ്, മരം, വഴിയിൽ നിൽക്കുന്ന ഒരാള്, പിന്നെ തൂണ്, ഒരു പ്രത്യേക ബിന്ദു, അല്ലെങ്കിൽ മറ്റു കുഞ്ഞു വാഹനങ്ങൾ. മറ്റു വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ, അതർ വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ ട്രെയിൻ ഉൾപ്പെട്ടില്ല കേട്ടോ. ട്രെയിൻ വരുമ്പോൾ നമുക്ക് ചോദ്യം മാറും, അല്ലെങ്കിൽ അതിന്റെ രീതി മാറും. ഇവിടെ ഇത്രയും കാര്യങ്ങൾ, ഈ പറയുന്ന ഇത്രയും വസ്തുക്കളെ ഒരു ട്രെയിൻ കടന്നു പോവുക എന്ന് പറയുകയോ, അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കളെ ആധാരമാക്കി ട്രെയിനിന്റെ സഞ്ചാരത്തെ കുറിച്ച് നമ്മളോട് പറയുകയോ ചെയ്താൽ നമ്മൾ ആരെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ട്രെയിനിന്റെ നീളത്തെയാണ്, ഡിസ്റ്റൻസ് എന്ന തരത്തിൽ പരിഗണിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ചോദ്യം നോക്കാം. എ 300 meter long train passes a pole in 12 seconds. 300 മീറ്റർ നീളമുള്ള ഒരു പോള്, ഒരു പോസ്റ്റ് കടന്നു പോകാൻ ട്രെയിനിന് എത്ര സമയം വേണ്ടി വന്നു? 12 സെക്കൻഡ് സമയം വേണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പീഡ് എത്ര എന്നാണ്? ട്രെയിനിന്റെ വേഗത എത്ര എന്ന് ചോദിക്കുകയാണ്. ദൂരമായി ആരെ പരിഗണിച്ചാൽ മതി? ട്രെയിനിന്റെ നീളത്തെ പരിഗണിച്ചാൽ മതി. ഈ 300 മീറ്റർ ട്രെയിനിന്റെ നീളമാണ്. 300 മീറ്റർ ട്രെയിനിന്റെ നീളമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുണ്ട്? ട്രെയിൻ കടന്നു പോകുന്ന എന്തിനെയാണെന്ന് പരിഗണിക്കുക? ഇതിനെയാണ്, പോളിനെയാണ്, അല്ലെങ്കിൽ പോസ്റ്റിനെയാണ്. അങ്ങനെയാണെങ്കിൽ ആ കടന്നു പോകുന്ന ആ ദൂരത്തെ നമുക്ക് 300 മീറ്റർ എന്നുള്ള രീതിയിൽ പരിഗണിക്കാം, ആണല്ലോ. ഇത് കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്രയാ? 12 സെക്കൻഡ്. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. 300 മീറ്റർ ദൂരം 12 സെക്കൻഡിൽ കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടെത്തേണ്ട സ്പീഡാണ് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300. 300നെ എന്ത് ചെയ്യുക? ജസ്റ്റ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 300നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100ഉം താഴെ എന്തും വരും? 4ഉം വരാം അല്ലേ. 100/4 എന്ന് പറയുന്നത് എന്താണ്? 25ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വേഗത 25 km/h എന്ന് നമുക്ക് എടുക്കാം. 25 എന്നെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ മീറ്ററും ഇവിടെ സെക്കൻഡും വരുമ്പോൾ ഒരു കാരണവശാലും 25 km/h എന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. 25 വരെ ഓക്കെയാണ്. പക്ഷെ അതെന്താണ്? തന്നിരിക്കുന്നത് മീറ്ററും സെക്കൻഡും ആയതുകൊണ്ട് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ ഈ മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷനകത്തുനിന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമുക്ക് km/h തന്നെ വേണം. ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. 25നെ km/h മാറ്റുകയാണ്. 25ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 5 എന്ന് എഴുതാ അല്ലടാ. 5ഉം 18ഉം കൂടെ ഗുണിച്ചെഴുതുക. 5ഉം 18ഉം കൂടെ എത്ര കിട്ടുന്നുണ്ട്? 90 അല്ലെ. 90 km/h. മാറിപ്പോല്ലേ? ഓക്കെ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കയ്യിലുള്ള അളവുകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ കയ്യിൽ തന്നിട്ടുള്ള നീളവും അല്ലെങ്കിൽ ദൂരവും സമയവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വേഗതയിലേക്ക് അങ്ങ് പോവാണ്. അപ്പൊ വേഗത നമുക്കിവിടെ എന്തിനാണ് കിട്ടുന്നത്? ഇവിടെ തന്നിരിക്കുന്ന അളവുകൾ മീറ്ററും സെക്കൻഡും ആയത് കാരണം മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടുന്നത്. അപ്പൊ 300നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 25 മീറ്റർ പെർ സെക്കൻഡ് കിട്ടുന്നുണ്ട്. ഈ 25 മീറ്റർ പെർ സെക്കൻഡിന് 25 × 18/5. അപ്പൊ 5 × 18 എടുത്താൽ മതി. 5 × 18 എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്. അപ്പൊ ഇത് 90 km/h ആണ്.
മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. മറ്റൊരു ചോദ്യം, എ ട്രെയിൻ ഓഫ് ലെങ്ത് 270 meters crosses a telegram post in 18 seconds. The speed of the train is. ഡിസ്റ്റൻസ് അറിയാം, സമയം അറിയാം. ലെങ്ത് 270 ആണ് എന്നുവെച്ചാൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇതിനെ പരിഗണിക്കുക. യാത്രക്കെടുത്ത സമയം 18 സെക്കൻഡ് ആണ് അല്ലെ? അപ്പൊ സ്പീഡ് കണ്ടെത്താനുള്ള നമ്മുടെ മാർഗം എന്താണെന്ന് ഇനിയിപ്പോ ആരെങ്കിലും പറഞ്ഞു തരണോ? ഇല്ല. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 270 മീറ്റർ ആണ്. സമയം എന്ന് പറയുന്നത് 18 സെക്കൻഡ് ആണ് അല്ലെ? അപ്പോ 270 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 കൊണ്ട് 270 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. 18 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 എന്ന് കിട്ടും. 30/2 എന്ന് വെച്ചാൽ എത്രയാ? 15. ഈ 15 എന്ന് പറയുന്നത് ശരിക്കും മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. മീറ്ററും സെക്കൻഡും ആയതുകൊണ്ട് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 15 ഏതിലേക്ക് മാറ്റണം? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെ എഴുതാം? 18/5 കൊടുത്താൽ മതി. അപ്പൊ ഈ 15 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3 എന്ന് കിട്ടും. 3 × 18, 18 3 കൊണ്ട് ഗുണിച്ചാൽ 54. 54 കിലോമീറ്റർ പെർ അവർ എന്ന തരത്തിൽ എടുക്കാൻ പറ്റും. തെറ്റോ? ഇല്ലല്ലോ, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ദൂരത്തെയും സമയത്തെയും പരിഗണിച്ചു. ദൂരം എന്ന് പറയുന്നത് 270 മീറ്ററും പിന്നെന്താണ് ആ സമയം എന്ന് പറയുന്നത് 18 സെക്കൻഡും ആയതുകൊണ്ട് തന്നെ ഇതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം മീറ്റർ പെർ സെക്കൻഡില്ല. നമുക്കത് പോരല്ലോ. നമുക്കിതിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? കിലോമീറ്റർ പെർ അവറിലേക്ക് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 18/5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 54ലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം, എ ട്രെയിൻ വിത്ത് സ്പീഡ് 81 km/h passes a man in 6 seconds. The length of the train is. 81 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 6 സെക്കൻഡ് കൊണ്ട് ഒരാളെ കടന്നു പോവാണ്. വഴിയരികിലുള്ള ഒരാളെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 6 സെക്കൻഡാ. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിന്റെ നീളം എത്ര? അല്ലെങ്കിൽ ചുരുക്കത്തിൽ ഡിസ്റ്റൻസ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ തന്നിരിക്കുന്ന സ്പീഡ് 81 km/h ആണ് അല്ലെ? അപ്പൊ സ്പീഡ് 81 km/h ആണെങ്കിൽ ഇത് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാമല്ലോ. 81 × 5/18. 9 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു 9ഉം ഇവിടെ ഒരു 2ഉം കിട്ടും അല്ലടാ? പിന്നെ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 9×5 45. 45/2 എന്ന തരത്തിൽ എഴുതാം. ഇനിയിപ്പോ ഇതിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കണമെന്നില്ല. ഇവിടുത്തെ സ്പീഡ് എത്ര എന്ന് വെച്ചാൽ 45/2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഇനി നമുക്ക് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണക്കാക്കാൻ എന്ത് ചെയ്യണം? സ്പീഡ് നമുക്കറിയാം അല്ലേ? സ്പീഡ് എത്രയാണ്? 45/2 എന്നാണ്. ടൈം എത്രയാണ് എന്ന് ചോദിച്ചാൽ 6 സെക്കൻഡ് എന്നാണ്. അപ്പൊ 6 ഇവിടെ ഗുണിക്കാം. ഈ 2ഉം ഈ 6ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 3 എന്ന് കിട്ടും. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 45 × 3 എന്ന് എഴുതാം. 45 × 3 എന്ന് പറയുന്നത് 135 മീറ്റർ എന്ന് കിട്ടുമല്ലോ. അപ്പൊ ലെങ്ത് ഓഫ് ദ ട്രെയിൻ, ആ ട്രെയിനിന്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 135 മീറ്റർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ചെയ്ത കാര്യം മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? വേഗത എന്ന് പറയുന്നതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവരണം. കാരണം തന്നിരിക്കുന്ന സമയം സെക്കൻഡിലായതുകൊണ്ട് തന്നെ ഇതിനെ ഏകോപിപ്പിച്ച് ട്രെയിനിന്റെ നീളത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ 81 km/h ആണ്. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊടുക്കാം. 81 18 ഒന്ന് സിംപ്ലിഫൈ അല്ലേ? 81നെയും 18നെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുകളിൽ 9 എന്നും താഴെ 2 എന്നും കിട്ടും. ഈ 9 5 കൂടെ ഗുണിച്ചപ്പോൾ 45 കിട്ടി. 45/2 ആണ് നമുക്ക് കിട്ടിയ മീറ്റർ പെർ സെക്കൻഡ്. നമുക്കത് പോരല്ലോ? പോരാ. നമുക്കിനി പോകേണ്ട എങ്ങോട്ടാ? ആ ട്രെയിനിന്റെ നീളത്തിലേക്കാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസിലേക്കാണ്. ഡിസ്റ്റൻസ് കണക്കാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം.
സ്പീഡിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടുത്തെ സ്പീഡ് നമ്മൾ കൺവേർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ്? 45/2 ആണ്. ഇവിടുത്തെ സമയം 6 സെക്കൻഡാണ്. 45/2 6 സെക്കൻഡിനോട് ഗുണിച്ചിട്ട് നമ്മൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്? 135 മീറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. A train traveling with a speed of 72 km/h covers a fixed point in 10 seconds. 72 km/h വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫിക്സഡ് പോയിന്റ് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് എത്ര? ട്രെയിനിന്റെ വേഗത നമുക്കറിയാം, സഞ്ചരിക്കാൻ എടുത്ത സമയം നമുക്കറിയാം അല്ലടാ. ഈ ഒരു വേഗത സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നത് 72 km/h എന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 10 സെക്കൻഡ് എന്നാണ്. ഇവര് തമ്മിൽ ചേരാൻ സാധിച്ചല്ലോ, ശരിയോ? ഇല്ല. അപ്പൊ ഇവരെ തമ്മിൽ ചേർക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇതിനകത്ത് ഈ സ്പീഡിനെ എന്ത് ചെയ്യുക? ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പൊ സ്പീഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ എന്താ മാർഗം? 72നെ എന്ത് ചെയ്യുക? 5/18 കൊടുക്കുക. 5/18. 72ഉം ഈ 18ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. 4×5 20 എന്ന് കിട്ടും. അപ്പൊ 20 മീറ്റർ/സെക്കൻഡ് എന്നാണ് സ്പീഡ്. തന്നിരിക്കുന്ന സമയം 10 സെക്കൻഡ് എന്നാണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ള രീതിയിൽ അല്ലേ. ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 20 ടൈം എന്ന് പറയുന്നത് 10 20 × 10 200 മീറ്റർ എന്ന തരത്തിൽ എടുക്കാം. ഓക്കെ. വേഗത എന്ന് പറയുന്നത് 72 km/h കൺവേർട്ട് ചെയ്ത് നമ്മൾ 20 മീറ്റർ/സെക്കൻഡിലേക്കും യാത്രക്കെടുത്ത സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡും ആണെങ്കിൽ അവിടുത്തെ ട്രെയിനിന്റെ ലെങ്ത് അഥവാ ഡിസ്റ്റൻസ് എങ്ങനെ കാണും? 20നെ 10 കൊണ്ട് ഗുണിച്ചെഴുതിയാൽ മാത്രം മതി. കിട്ടുന്ന 200 മീറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഉറപ്പായിട്ടും ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. തെറ്റായോ? ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, യെസ്. A train is traveling at 10 meters/second. If it crosses a pole in 75 seconds, the length of the train is. ഇവിടെ നിങ്ങൾക്ക് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. എന്താണ്? വേഗത മീറ്റർ/സെക്കൻഡിലാണ്, അതുപോലെ സമയം തന്നിരിക്കുന്നത് സെക്കൻഡിലാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കൺവേർഷൻ ഒന്നും വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്താൽ മതിയാവും അല്ലേ. മീറ്റർ/സെക്കൻഡും സെക്കൻഡ് തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഡിസ്റ്റൻസ് കണ്ടെത്താൻ അല്ലെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് കണ്ടെത്താൻ എന്താണ് മാർഗം? അതിന്റെ വേഗതയെ ഏതുകൊണ്ട്? ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ സ്പീഡ് അഥവാ വേഗത നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് എത്ര തന്നിട്ടുണ്ട്? 10 എന്ന് തന്നിട്ടുണ്ട്. ഇത് മീറ്റർ/സെക്കൻഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ സമയം എത്ര സെക്കൻഡ്? 75 സെക്കൻഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് കണക്കാക്കുമ്പോൾ 75 × 10 മാത്രം എടുത്താൽ മതി. 75 × 10 എന്ന് പറയുമ്പോൾ എത്ര എടുത്താൽ മതി? 750 എന്ന് എടുത്താൽ മതി. ഡിസ്റ്റൻസ് അഥവാ ട്രെയിനിന്റെ നീളം 750 മീറ്റർ. സിമ്പിൾ. Find the time taken by 180 meter long train running at 54 km/h to cross a man standing near a platform. 180 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 54 km/h വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പ്ലാറ്റ്ഫോമിന് സമീപത്ത് നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ അയാൾക്ക് എത്ര സെക്കൻഡ് സമയം വേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. ട്രെയിനിന് നീളമുണ്ട് എങ്കിൽ നമുക്ക് ആ ചോദ്യത്തിൽ എങ്ങനെയാണത് ഹെൽപ്പ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ആയിട്ട് ട്രെയിനിന്റെ നീളത്തെ പരിഗണിക്കാം. 180 മീറ്റർ. ഇനി സ്പീഡ് എന്ത് തന്നിട്ടുണ്ട്? 54 എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ അതെന്താണ്? km/h ആണ്. പക്ഷെ നമുക്കിവിടെ മീറ്റർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ km/h ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഏതിനെ കൊണ്ടുപോകണം? മീറ്റർ/സെക്കൻഡിലേക്ക്. അപ്പൊ 5/18 കൊടുക്കുക.
54ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 3 കിട്ടും. 3 × 5 15 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ വേഗത 15 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 180 മീറ്ററും വേഗത 15 മീറ്റർ പെർ സെക്കൻഡുമാണ്. അതുകൊണ്ട് തന്നെ സമയം, ഇത് കടന്നു പോകാനുള്ള ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പരിഗണിക്കാം. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 180 മീറ്ററും സ്പീഡ് എന്ന് പറയുന്നത് 15 ആണല്ലോ. 180/15. 180-ൽ എത്ര 15 ഉണ്ട് എന്ന് വെച്ചാൽ 12 എന്ന് പറയും. അതിന് എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. സമയം 12 സെക്കൻഡ്. പിടിയോ? അപ്പൊ ഇവിടുത്തെ കടന്നു പോകേണ്ട ദൂരം എന്ന് പറയുന്നത് ആരാണ്? ട്രെയിനിന്റെ നീളമാണ്. ട്രെയിനിന്റെ നീളം 180 മീറ്റർ. അടുത്ത വേഗത എന്ന് പറയുന്നത് 54 km/h ആണ്. 54 km/h നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയപ്പോൾ 15 എന്ന് കിട്ടി. അപ്പൊ 180-നെ 15 കൊണ്ട് ഹരിച്ചു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഈ ഒരു വേഗതയുടെ കൺവേർഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഇത് മീറ്ററിലാണ് കിടക്കുന്ന ദൂരം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് തന്നെ വേണം? മീറ്റർ പെർ സെക്കൻഡ് തന്നെ വേണം. അപ്പൊ നമ്മൾ ചെയ്ത് എത്ര ഉള്ളൂ? 54 km/h എന്നുള്ളതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ 15 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മാത്രം മതി? ടൈം കണ്ടെത്താൻ ഡിസ്റ്റൻസ് ആയ 180-നെ വേഗതയായ 15 കൊണ്ട് ഹരിച്ചിട്ട് 12 എന്ന് എഴുതിയാൽ മതി. A train of length 140 meter travels with a speed of 72 km/h. The time taken by the train to pass a telephone post in 140 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരു പോസ്റ്റ് കടന്നു പോകാൻ, അത് ടെലിഫോൺ പോസ്റ്റ് ആയിക്കോട്ടെ, മരം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് കടന്നു പോകാൻ എത്ര സമയം എടുക്കും? കിട്ടുന്നുണ്ട്? പിന്നല്ല, അത്രേ ഉള്ളൂ അല്ലെ? ട്രെയിനിന്റെ ലെങ്ത് നമുക്കറിയാമെങ്കിൽ അതിന് ഡിസ്റ്റൻസ് ആയിട്ടും വേഗതയെ അല്ലെ km/h അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവരണം അല്ലെ? അപ്പൊ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 140 മീറ്റർ ആണ്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 72 km/h ആണ്. ഇതിനെ മാറ്റി എഴുതുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? 72-നെ മാറ്റാം. ഇത് നമ്മൾ ടേബിൾ ആയിട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. 72 × 5/18 എന്നാണ്. 72-ഉം 18-ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 എന്ന് കിട്ടും. 4 5 20. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിലാണ് ആരെ കിട്ടുന്നത്? 20 കിട്ടുന്നത്. ഡിസ്റ്റൻസ് 140 മീറ്ററും അവിടുത്തെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡും ആണെങ്കിൽ സമയം, ടൈം എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 140ഉം സ്പീഡ് എന്ന് പറയുന്നത് 20ഉം ആയതുകൊണ്ട് 140/20 എത്ര കിട്ടും? 7 എന്ന് കിട്ടും അല്ലെ? എത്ര സമയം കൊണ്ട് ഇത് കടന്നു പോകും എന്ന് ചോദിച്ചാൽ 7 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. ഓക്കെ ആണല്ലോ? ഇത് കടന്നുപോയ വസ്തു എന്താണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോ? ടെലിഫോൺ പോസ്റ്റ് അല്ലെ? അതുകൊണ്ട് തന്നെ എന്ത് മാത്രം മതി? ട്രെയിനിന്റെ നീളം മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. ട്രെയിനിന്റെ നീളം 140 ആണെന്ന് നമുക്കറിയാം. ഇനി ട്രെയിനിന്റെ വേഗത 72 നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ 20 ആക്കിയാണ് ഉപയോഗിച്ചത്. അപ്പൊ നമുക്ക് കിട്ടിയത് 7 ആണ്. 7 എന്ന് പറയുന്നത് കടന്നു പോകാനുള്ള സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതെന്താണ്? സെക്കൻഡാണ്. 7 സെക്കൻഡ്. ഓക്കെ, യെസ്. ചോദ്യം, എ ട്രെയിൻ 110 meter in length run through a station at the rate of 36 km/h. How long will it take to pass a point? 110 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 36 km/h വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അതാരെ കടന്നു പോവുകയാണ്? ഒരു പ്രത്യേക ബിന്ദുവിനെ കടന്നു പോകാൻ എത്ര സമയമെടുക്കും എന്നാണ്. യെസ്, ഒരു ട്രെയിൻ 110 മീറ്റർ നീളമുണ്ട് അല്ലെ? എങ്ങനെയാണ്? ഒരു സ്റ്റേഷനിലൂടെ കടന്നു പോവാണ്. എത്ര വേഗതയിൽ? 36 km/h.
അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു ബിന്ദുവിനെ കടന്നു പോകാനുള്ള സമയം ഹൗ ലോങ് എന്നാണ് ചോദ്യം. അപ്പൊ ഹൗ ലോങ് എന്ന് പറയുമ്പോഴത്തേക്ക് നീളമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എത്ര സമയം കൊണ്ട് എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 110 മീറ്ററും സ്പീഡ് എന്ന് പറയുന്നത് 36 അപ്പൊ 36നെ ഒന്ന് മാറ്റി എഴുതണം എന്നുള്ളതാണ്. കാരണം അത് കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് 5/18 കൊടുത്താൽ മതി. 36ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. 2 × 5 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്, വേഗതയും കിട്ടിയിട്ടുണ്ട്. ഇനി ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 110ഉം സ്പീഡ് എന്ന് പറയുന്നത് 10ഉം ആയതുകൊണ്ട് 110നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടിയിട്ടുണ്ടാവും? 11 കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇത് ക്യാൻസൽ ചെയ്താൽ 11 എന്താണ് കിട്ടുന്നത്? സമയമായതുകൊണ്ട് തന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവാണ്. അതെന്താണ്? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ട്രെയിൻ ഒരു നിശ്ചിത ബിന്ദുവിനെയോ വഴിയിൽ അരികിലുള്ള ആളിനെയോ മരത്തെയോ പോസ്റ്റിനെയോ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് എന്തിനെയാണ് നമ്മൾ പരിഗണിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു? ട്രെയിനിന്റെ നീളത്തെ മാത്രം പരിഗണിക്കുന്നു. എന്നാൽ അടുത്തൊരു കേസിലേക്ക് വരുമ്പോൾ ഈ ട്രെയിൻ കടന്നു പോകുന്ന വസ്തുവിന് എന്തുണ്ടാകുന്നു? നീളം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ചില വസ്തുക്കളാണ് പാലം, പ്ലാറ്റ്ഫോം, ടണല്, അതുപോലെ മറ്റ് ട്രെയിനുകൾ. നീളം കൂടിയ വസ്തുക്കൾ എന്ന കൂട്ടത്തിൽ മറ്റ് ട്രെയിനുകളെ നമുക്ക് പരിഗണിക്കാം. ഇവരെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ആയിട്ട് ട്രെയിനും വേണം, അതുപോലെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റ് ഒബ്ജക്റ്റുകൾ ആരാണോ അവരുടെ നീളം കൂടി വേണം. അപ്പൊ ആകെ ദൂരം എന്ന് പറയുന്നതിനകത്ത് ട്രെയിനിന്റെ നീളത്തോടൊപ്പം തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റാളുകളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോൾ ട്രെയിനിന്റെ നീളത്തിനോടൊപ്പം ആരെയും കൂടി ചേർത്തെടുക്കണം? മറ്റ് ഒബ്ജക്റ്റുകളെ കൂടി ചേർത്തെടുത്താൽ നല്ലതായിരിക്കും. ഒരു ചോദ്യം തട്ടെ. A 5 meter long bus traveling at a speed of 5 meter per second passes 5 meter long bridge in. ട്രെയിനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ബസ്സിന്റെ ചോദ്യമാണ്. 5 മീറ്റർ നീളമുള്ള ഒരു ബസ് 5 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുന്നു. അതിന്റെ വേഗത 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ പാലം കടന്നു പോകാൻ അതിന് എത്ര സമയം വേണ്ടി വരും എന്ന് ചോദിക്കുകയാണ്. സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബസ്സില് പാലത്തിനെയും പരിഗണിക്കുമ്പോൾ നമുക്കിവിടെ എന്താണ്? ആ രണ്ട് നീളങ്ങളെയും ടോട്ടലായിട്ട് എടുത്തുകൊണ്ട് അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബസ്സിന്റെ 5 മീറ്ററും പാലത്തിന്റെ 5 മീറ്ററും ചേർത്ത് നമുക്ക് 10 മീറ്റർ എന്ന് പറയാം. ഇവിടുത്തെ ഈ ബസ്സിന്റെ വേഗത എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൂരം അല്ലെങ്കിൽ ഈ പാലത്തെ കടന്നു പോകാൻ ബസ്സിന് ആവശ്യമായ സമയം എത്ര എന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്നാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10ഉം സ്പീഡ് എന്ന് പറയുന്നത് 5ഉം ആണ്. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും അല്ലെ? 2 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബസ്സിന് പാലത്തെ കടന്നു പോകാനായിട്ട് പറ്റും. 2 സെക്കൻഡ്. തീരുമാനമായില്ലേ? അത്രേ ഉള്ളൂ. A 5 meter long bus traveling at 5 meter per second. What is the time taken by the bus to cross a bridge of length 10 meter? 10 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ നമ്മുടെ ബസ്സിന് 5 മീറ്റർ നീളമുണ്ട്. ബസ്സിന്റെ വേഗത 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എത്ര സമയം വേണ്ടി വരും എന്ന് ചോദിക്കാം. അപ്പൊ 5 മീറ്റർ നീളമുള്ള ബസ്സും 10 മീറ്റർ നീളമുള്ള പാലവും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5ഉം 10ഉം കൂടെ ചേർത്തെടുക്കാം. 5ഉം 10ഉം കൂടെ ചേർത്താൽ നമുക്ക് എന്തെഴുതാം? 15 മീറ്റർ എന്നെഴുതാം ആണ്. ഇനി ഇവിടുത്തെ സ്പീഡ് ഉണ്ട്. സ്പീഡ് എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ടൈമാണ് വേണ്ടത് അല്ലെ? സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. ടൈം എങ്ങനെ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. വേറെ പരിപാടിയൊന്നുമില്ല, കൺവേർഷൻ ഒന്നും തന്നെ ഇല്ല. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 3. എത്ര സമയം കൊണ്ട് കടന്നു പോകും എന്ന ചോദ്യത്തിന് 3 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും എന്ന് പറഞ്ഞാൽ മതി.
അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 5ഉം 10ഉം കൂടെ ചേർത്ത് 15 എടുക്കുന്നു. വേഗത 5 തന്നെ എടുക്കുന്നു. അവിടുത്തെ ടൈം എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ 15നെ 5 കൊണ്ട് ഹരിച്ചിട്ട് 3 എഴുതിയാൽ മാത്രം മതി. അടുത്ത ചോദ്യം കണ്ടോ, ട്രെയിനിലേക്ക് എത്തിയിട്ടുണ്ടേ. 150 മീറ്റർ ലോങ് ട്രെയിൻ എന്നിവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ട്രെയിൻ ഊഹിച്ചോണം, കാരണം അവസാനമാണ് ട്രെയിനിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ. 150 മീറ്റർ ലോങ് ട്രെയിൻ takes 20 seconds to cross a platform. 450 meters ലോങ്. പ്ലാറ്റ്ഫോമിന് 450 മീറ്റർ ഉണ്ട്, ട്രെയിനിന് 150 ഉണ്ട്. ഇതിന്റെ സമയം എത്രയാ? 20 സെക്കൻഡ് ആണ്. അപ്പൊ ട്രെയിനിന്റെ സ്പീഡാണ് മെയിൻ ആയിട്ട് ഇവിടെ ചോദ്യം. അപ്പൊ ഇവിടെ കടന്നു പോവാണ്, പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് കണക്കാക്കുമ്പോ നമ്മൾ ട്രെയിനിന്റെ നീളമായ 150നോട് പ്ലാറ്റ്ഫോമിന്റെ നീളമായ 450 കൂടെ ചേർത്ത് വായിക്കാം. ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് 600 മീറ്റർ എന്ന് കിട്ടും. ഇത് കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്രയാണ് എന്ന് ചോദിച്ചാൽ 20 സെക്കൻഡ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്പീഡ് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ സ്പീഡ് അഥവാ വേഗത എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ 600/20 എന്ന തരത്തിൽ എടുത്താൽ മതി. 600/20 എടുത്താൽ 60/2 30 എന്ന് എടുക്കാം അല്ലെ. അപ്പൊ 30 എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ സെക്കൻഡുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കൺവേർഷന് സാധ്യതയുണ്ടോ എന്ന് ഓപ്ഷനിലേക്ക് നോക്കുക. ഇല്ല. കാരണം എന്താ? ഓപ്ഷനിലെല്ലാം തന്നെ മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ 30 മീറ്റർ പെർ സെക്കൻഡ് ഡയറക്റ്റ് ആയിട്ട് ഉറപ്പിച്ചോ ഉത്തരം കിട്ടും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ പരിഗണിച്ചു? ട്രെയിനിന്റെ നീളത്തെയും പ്ലാറ്റ്ഫോമിന്റെ നീളത്തെയും തമ്മിൽ കൂട്ടിയിട്ട് നമ്മൾ എന്തെഴുതി? മൊത്തം 600 മീറ്റർ എന്ന് എഴുതി. എന്നിട്ട് സമയം 20 എന്ന് എഴുതി. 600നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 30 എന്ന് എഴുതി. 30 മീറ്റർ പെർ സെക്കൻഡ്. ട്രെയിന് 650 മീറ്റർ നീളമുണ്ട്. ബ്രിഡ്ജിന് 100 മീറ്റർ നീളമുണ്ട്. കടന്നു പോകാൻ 30 സെക്കൻഡ് സമയം എടുക്കുന്നു. എന്നാൽ ട്രെയിനിന്റെ സ്പീഡ് എത്ര? വേഗത. സ്പീഡ് കണക്കാക്കാനുള്ള മാർഗം എന്താ? ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൂരം നമുക്ക് വേണം അല്ലടാ. ദൂരം എങ്ങനെയാ? 650 100 രണ്ടും കൂടെ ചേർത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 650 പ്ലസ് 100 എന്ന തരത്തിലാണ്. എത്ര കിട്ടുന്നുണ്ട്? 750 മീറ്റർ എന്ന് കിട്ടുന്നുണ്ട്. ഇത് സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്പീഡ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 750/30 എന്നങ്ങ് എഴുതിയാൽ മതി. 75/3 എന്ന് എഴുതാം. അത് എത്രയാണ്? 25 ആണ് അല്ലെ. പക്ഷെ 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഓർക്കണം. ചാടി വീണ് 25 അടിക്കുമ്പം ഓർത്തോണം, നമ്മുടെ മാർക്ക് പോയ വഴി കണ്ടാ ഇത് തെറ്റാണ്. 25 അല്ല നമ്മുടെ ഉത്തരം. ഈ 25ന് എന്ത് ചെയ്യണം? മാറ്റിക്കോണം, കൺവേർട്ട് ചെയ്തോണം. 18/5 കൊടുക്കണം. മറന്നുപോലെ 25 ആദ്യത്തെ ഓപ്ഷൻ തന്നെ തന്നിരിക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇത് ഏതിലേക്ക് കൊണ്ടുവരണം? 90ലേക്ക് കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ 90 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഉത്തരം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ സി ആണ്, എ അല്ല. പിടികിട്ടിയോ? നമ്മൾ ചാടി വീണ് ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻ എ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 650ഉം 100ഉം കൂടെ കൂട്ടി 750 ആക്കി. 750നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 25ലേക്ക് എത്തിയത് തന്നെ നമ്മുടെ കഠിനാധ്വാനത്തിന്റെ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് നമ്മൾ ധരിക്കും. അപ്പൊ നമ്മൾ ആ കഠിനാധ്വാനം ചെയ്തതിന്റെ സന്തോഷത്തിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ചെന്നിട്ട് 25 അടിക്കാൻ ഒരു ശ്രമം നടത്തും. പക്ഷെ 25 എന്ന് പറയുന്നത് ഏതിലാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നുള്ളതാണ്. നമുക്കത് പറ്റുമോ? പറ്റൂല. നമുക്ക് കിലോമീറ്റർ പെർ അവർ തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഈ 25നെ ഏതിലേക്ക് കൊണ്ടുപോവാ? 18/5 കൊണ്ട് ഗുണിച്ചിട്ട് കിലോമീറ്റർ പെർ അവറിലേക്ക് കൊണ്ടുപോയി വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടും കേട്ടോ. സമാധാനം കാണിക്കണം. ഓക്കെ. യെസ്. 520 meter long is running with a speed of 90 km per hour.
ഇൻ വാട്ട് ടൈം വിൽ ഇറ്റ് ക്രോസ് എ ബ്രിഡ്ജ് 130 മീറ്റർ ലോങ്? 520 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എന്ത് ചെയ്യാണ്? 90 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. ഇൻ വാട്ട് ടൈം വിൽ ഇറ്റ് ക്രോസ് എ ബ്രിഡ്ജ് 130 മീറ്റർ ലോങ്? 130 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ അതിന് എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റുമല്ലടാ? ഓക്കെ. ട്രെയിനിന്റെ നീളം 520 മീറ്റർ, സ്പീഡ് 90 കിലോമീറ്റർ പെർ അവർ, കടന്നു പോകേണ്ടത് ബ്രിഡ്ജിന്റെ നീളം 130 മീറ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 520 പ്ലസ് 130 എന്നുള്ള രീതിയിലാണ്. 520നോടൊപ്പം 130 കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് എന്ത് പറയാം? 650 എന്ന് പറയാം അല്ലെ? ടോട്ടൽ 650 മീറ്റർ. ഇനി സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ 90 കിലോമീറ്റർ പെർ അവർ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമ്മൾ മാറ്റും. 90 ഇൻറ്റു 5/18 സൂക്ഷിച്ച് ചെയ്തു. ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു, ഇത് ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടും? 5 5 5 25. 25 മീറ്റർ പെർ സെക്കൻഡ്. അവിടെ പോരുത്, 25ലേക്ക് മാറ്റാതെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. ഓക്കെ ആണേ? അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 650 ആണേ? ആണ്. ഇവിടുത്തെ ടൈം കിട്ടുകയാണ്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 650ഉം സ്പീഡ് എന്ന് പറയുന്നത് 25ഉം ആണ്. 650നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 650നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 26 എന്നാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സമയം 26 സെക്കൻഡ് എന്നത് മാറിപ്പോവല്ലേ? 520 മീറ്റർ ട്രെയിനും പിന്നെ 130 മീറ്റർ നീളമുള്ള എന്തുവാണ്? പാലുമാണ് അല്ലെ? ഇത് രണ്ടും കൂടെ ചേർത്തിട്ട്, ട്രെയിനും ഈ പാലവും കൂടെ ചേർത്തിട്ട് 520ഉം 130ഉം നമ്മൾ ആഡ് ചെയ്ത് 650 ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി വേഗതയിലേക്ക് വരുമ്പോൾ ഇത് മീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് വേഗത മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വേഗത എന്താണ്? കിലോമീറ്റർ പെർ അവർ ആണ്. ഈ കിലോമീറ്റർ പെർ അവറിനെ ഏതിലേക്ക് മാറ്റുക? മീറ്റർ പെർ സെക്കൻഡിലേക്ക്. അപ്പൊ 90 ഇൻറ്റു 5/80 നമുക്കറിയാം അത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡും മീറ്ററും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ടൈം കണ്ടെത്താൻ ഈ 650 മീറ്ററിനെ 25 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 26 സെക്കൻഡ് എന്ന് എഴുതിയാൽ മതിയാവും. ഒരേ? യെസ്. How long does a train 110 meter long running at a speed of 36 km per hour take to cross a bridge of 132 meters in length? 132 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നു. ട്രെയിനിന്റെ നീളം 110 മീറ്റർ ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വേഗതയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് സമയം കണ്ടെത്താൻ പറ്റും. ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട്. ട്രെയിനിന്റെ 110 മീറ്ററും പാലത്തിന്റെ 132 കൂടെ ചേർത്ത് 110 പ്ലസ് 132 കണ്ടോ? അപ്പൊ 242 മീറ്റർ എന്ന് എഴുതാൻ പറ്റും. ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 36 ആണ്. 36 എന്താണ്? കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് നമുക്ക് പറ്റില്ല. എന്താ കാരണം? ഇവിടെ മീറ്റർ കിടക്കുമ്പോൾ കിലോമീറ്റർ പെർ അവർ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ 36നെ കൺവേർട്ട് ചെയ്യും. 36 ഇൻറ്റു 5/18 എന്നെല്ലാം. 36ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. 2 ഇൻറ്റു 5 10. ഇതെന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ സഞ്ചരിക്കുന്ന ദൂരം 242 ആണ്. എന്താണ് പിന്നെ വേഗത എന്ന് പറയുന്നത് 10 ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ടൈം വേണം അല്ലേ? ടൈം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 242ഉം സ്പീഡ് എന്ന് പറയുന്നത് 10ഉം ആയത് കാരണം നമുക്ക് പിന്നെ സിമ്പിൾ ആയിട്ട് ഇതിനെ 24.2 എന്ന് എഴുതാമല്ലോ.
അപ്പൊ നമുക്കറിയാം 24.2 സെക്കൻഡ് 24.2 സെക്കൻഡ്സ് സമയം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രെയിൻ പാലത്തെ കടന്നു പോകുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി ചെയ്യുക, സാവകാശം ചെയ്യുക, ഒരുപാട് ആവേശം കാണിച്ചിട്ട് തെറ്റിപ്പോകരുത്. യൂണിറ്റിന്റെ കൺവേർഷൻ എവിടെയാണ് വേണ്ടത് എന്ന് കൃത്യമായി ഫിക്സ് ചെയ്യാൻ പറ്റണം. ചോദ്യം വായിച്ചു തീരുമ്പോൾ തന്നെ കൺവേർട്ട് ചെയ്യേണ്ടത് എവിടെ, എങ്ങനെ കൺവേർട്ട് ചെയ്യണം, നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് കൺവേർഷൻ തീരുമാനിക്കുന്നതാണോ, ചോദ്യം വായിക്കുമ്പോൾ തന്നെ കൺവേർഷന്റെ സാധ്യത കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വേണം ഉത്തരത്തിലേക്ക് പോകാൻ കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തൊരു ചോദ്യം, എ 1 കിലോമീറ്റർ long train passes through a tunnel of 1 kilometer length at a speed of 1 kilometer per minute. How long will it take to pass through it completely? ആ ടണലിലൂടെ പൂർണ്ണമായ ആ ട്രെയിനിന് കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ്. 1 കിലോമീറ്റർ പെർ മിനിറ്റ് ആണ് എന്ത് ട്രെയിനിന്റെ വേഗത. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, കടന്നു പോകേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം 1 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ ആണ്. എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ ഉണ്ട്. ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ പെർ മിനിറ്റ് ആണ് അല്ലേ. 1 മിനിറ്റിൽ 1 കിലോമീറ്റർ എന്നാണ്. ഇവിടുത്തെ ടൈം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ 2/1 എന്ന തരത്തിൽ എടുക്കാം. 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടുള്ളൂ, 2 തന്നെ കിട്ടുള്ളൂ. ഓർക്കുക ഇവിടെ എന്താണ്, ഈ കിലോമീറ്റർ ഡിവൈഡ് ചെയ്ത് പോയാൽ സമയം എന്ന് പറയുന്നത് ഏതിൽ മാത്രമാണ്, മിനിറ്റിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് കടന്നു പോകാൻ എടുക്കുന്ന സമയം 2 മിനിറ്റ് എന്നാണ്, 2 മിനിറ്റ്. തെറ്റിപ്പോരുതേ. ഇപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 2 വേഗത എന്ന് പറയുന്നത് 1 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ. 1 കിലോമീറ്റർ പെർ അവർ എന്നാണോ, അല്ല 1 മണിക്കൂറിൽ 1 കിലോമീറ്റർ എന്നല്ല, 1 മിനിറ്റിൽ 1 കിലോമീറ്റർ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 കിലോമീറ്റർ പോകാൻ എത്ര മിനിറ്റ് മതി എന്ന് ഉറപ്പിക്കാം, 2 മിനിറ്റ്. 1 കിലോമീറ്ററിന് 1 മിനിറ്റ് ആണെങ്കിൽ 2 കിലോമീറ്ററിന് 2 മിനിറ്റ് പോരടാ, മതി. അതാണ് അതിന്റെ ഉത്തരം. The length of the bridge which a train 130 meter long traveling at 45 kilometer per hour can cross in 30 seconds. 130 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 45 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇതിന് ഒരു പാലം കടന്നു പോകാൻ 30 സെക്കൻഡ് സമയം വേണം. അങ്ങനെയാണെങ്കിൽ പാലത്തിന് എത്ര നീളം ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നോക്കടാ, ഇവിടെ എല്ലാം കൂടെ നമ്മൾ ചുറ്റി വളഞ്ഞിട്ട് പിടിക്കേണ്ട കാര്യമില്ല. പകരം നമുക്കറിയാം വേഗതയും സമയവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് കണക്കാക്കാമല്ലോ അല്ലെ. ഇവിടുത്തെ വേഗത 45 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ 45ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം അല്ലെ. അപ്പൊ 45നെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണെങ്കിൽ 45 ഇൻറ്റു 5/18 കൊടുത്തെഴുതാം. എത്ര കിട്ടിയിട്ടുണ്ട്, 9 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 കിട്ടും, ഇവിടെ 2 കിട്ടും. ഇതിനെ തന്നെ നമുക്ക് 5 5 25 25/2 എന്നെടുക്കാം. അപ്പൊ 45 കിലോമീറ്റർ പെർ അവർ എന്നതിനെ നമുക്ക് 25/2 മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുപോകാം. ഇനി ഇവിടെ എത്ര സമയം തന്നിട്ടുണ്ട്, ഇത് സ്പീഡാണ് തന്നിരിക്കുന്നത്. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് എത്ര സെക്കൻഡാ, 30 സെക്കൻഡാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്കറിയാലോ, വേഗതയും സമയവും അറിയാമെങ്കിൽ ഡിസ്റ്റൻസിലേക്ക് പോകുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ വേഗത നമുക്കറിയാം 25/2 അല്ലെ. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 30. ഇത് ക്യാൻസൽ ചെയ്യാം. 25 ഇൻറ്റു 15 എന്ന് എഴുതിയാൽ മതി. 25 ഇൻറ്റു 15 എന്ന് പറയുന്നത് എത്രയാണ്, 375 ആണല്ലോ. ഇത് 375 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ലെ. ഈ 375 മീറ്ററിൽ ആരൊക്കെ പെടും, ട്രെയിനിന്റെ നീളവും പെടും, പാലത്തിന്റെ നീളവും പെടും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, ഇവിടെ ട്രെയിന് 130 മീറ്റർ നീളം തന്നിട്ടുണ്ട്,
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള ഈ 375 നിന്ന് ഈ 130 അങ്ങ് കുറച്ചാൽ മതി അല്ലേ. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 245 മീറ്റർ ഇല്ലേ. ഈ 245 മീറ്റർ ആണ് ശരിക്കും ആരുടെ നീളം? പാലത്തിന്റെ നീളം അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് 45 km/h മാറ്റിയത്. 45 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവന്നപ്പോ 25/2 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ 25/2 എന്ത് ചെയ്തു നമ്മള്? അവിടുത്തെ സമയമായ 30 കൊണ്ട് ഗുണിച്ചു. ഈ 2ഉം ഈ 30ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോ 15 കിട്ടി. 15 × 25 എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടിയിട്ടുണ്ട്? 375 മീറ്റർ. ശ്രദ്ധിച്ചോണേ, അല്ലാതെ ഇവിടെ എക്സോ വൈയോ ഒന്നും ഇട്ടിട്ട് ചെയ്യാൻ നിൽക്കരുത്. പലരും ചെയ്യുന്ന എങ്ങനെയാണ്, ആര് മിസ്സിങ് ആയതുകൊണ്ട്, പാലത്തിന്റെ നീളം മിസ്സിങ് ആയതുകൊണ്ട് അതിനെ എക്സ് ആയിട്ട് എടുത്തിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഈ 375 മീറ്റർ എന്ന് പറയുന്നത് ആരാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഇതിനകത്ത് ആര് വരും? പാലവും ട്രെയിനും വരും. ഇതിൽ നമുക്ക് ആരെ അറിയാം? പാലത്തിന്റെ നീളം അറിയാമോ, ട്രെയിനിന്റെ നീളം അറിയാമോ? ട്രെയിനിന്റെ നീളം അറിയാം. ട്രെയിനിന്റെ നീളം 130 അല്ലേ. ഇതങ്ങ് കുറച്ച് എഴുതിക്കോ. ബാക്കി വരുന്ന 245 മീറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഉറപ്പായിട്ടും ട്രെയിനിന്റെ നീളമാണോ ബ്രിഡ്ജിന്റെ നീളമാണോ? ബ്രിഡ്ജിന്റെ നീളമാണ്. അപ്പോ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 245 മീറ്റർ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം മിസ്സിംഗ് ആയിട്ട് തരും. ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഓക്കെ. ഇതിനകത്ത് എക്സ് ഒന്നും ഇടേണ്ട കാര്യമില്ല. ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഏതാണോ അറിയുന്നത് അതിനെ അതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ. ട്രെയിനിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ട്രെയിന് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു മരം, ഒരു പ്രത്യേക ബിന്ദു ഒക്കെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയത് അല്ലെ. എന്നാൽ അതിനകത്ത് തന്നെ നമുക്ക് എന്ത് വരാറുണ്ട്? ട്രെയിൻ, പാലം, അതുപോലെ ടണല്, അതുപോലെ എന്താണ് മറ്റ് ട്രെയിൻ, നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിന്, അതുപോലെ പ്ലാറ്റ്ഫോം ഒക്കെ കടന്നു പോകുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ദൂരത്തെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദൂരം നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പൊ അതിന്റെ ബാക്കിയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നേരെ പോവാലോ? ശരി, ആദ്യത്തെ ചോദ്യം ഇതാട്ടോ. A train traveling with the speed of 60 km/h passes a 40-meter long bridge in 6 seconds. 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 40 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 6 സെക്കൻഡ് സമയം എടുത്തു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ, ആ ട്രെയിനിന് എത്ര നീളമുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ നിങ്ങൾക്ക്? നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ എന്താണ് ട്രെയിനിന്റെ നീളത്തിലേക്കാണ് പോകേണ്ടത് അല്ലെ. ട്രെയിനിന്റെ നീളം കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ വേഗത ആദ്യം എടുക്കുക. സ്പീഡ് ഇവിടെ തന്നിരിക്കുന്ന 60 km/h എന്നാണ്. 60നെ ഒന്ന് മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെയാണ്? 5/18 വെച്ചിട്ട് 60നെ നമുക്ക് 18നെയും 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 10 ഇവിടെ 3 കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് 50/3 എന്ന് എഴുതാം. 50/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വേഗത ആണല്ലോ. ഈ വേഗത അറിയാൻ നമുക്ക് ഇവിടുത്തെ സമയം അല്ലേ, 6 സെക്കൻഡും അറിയാം. അപ്പൊ ടൈം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 6 seconds എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവിടെ സഞ്ചരിച്ച ദൂരം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ വേഗതയായ 50/3നെ അല്ലെ ഇവിടുത്തെ സമയമായ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പൊ 3ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 2 കിട്ടും. 50 × 2, 50 × 2 എന്ന് പറയുന്നത് എന്താണ്? 100 മീറ്റർ ആണ്. ഈ ഒരു ഡിസ്റ്റൻസിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും വരുന്നുണ്ട് അല്ലെ. പാലത്തിന്റെ നീളം 40 മീറ്റർ ആണ്. അപ്പൊ ട്രെയിനിന്റെ നീളം എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ ടോട്ടൽ 100 മീറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 40 മീറ്ററിനെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ട്രെയിനിന്റെ നീളം കണ്ടെത്താനായിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ആയ 100ൽ നിന്ന് 40 മീറ്ററിനെ മൈനസ് ചെയ്താൽ മാത്രം മതിയടാ. ഇവിടെ എന്ത് കിട്ടും? 60 മീറ്റർ. കഥ മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിനകത്ത് ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ട്രെയിനിന്റെ നീളം ഉൾപ്പെടുന്നുണ്ട്, പാലത്തിന്റെ നീളം ഉൾപ്പെടുന്നുണ്ട്.
അപ്പൊ ആ ഡിസ്റ്റൻസ് ആയ 100 മീറ്ററിൽ 40 മീറ്റർ എന്ന് പറയുന്നത് ആരായിരുന്നു? പാലത്തിന്റെ നീളമായിരുന്നു. അപ്പൊ ആ 100-ൽ നിന്ന് നമ്മൾ 40-നെ ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്ന 60 എന്ന് പറയുന്ന ആരുടെയാണ്? ആ ട്രെയിനിന്റെ നീളമാണ് 60 മീറ്റർ. തെറ്റിപ്പോകരുത്. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം. എ ട്രെയിൻ ഓഫ് ലെങ്ത് 150 മീറ്റർ took 8 seconds to cross a bridge of length 250 meters. Time taken by the train to cross a telephone post. ഒരു ട്രെയിൻ 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 250 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുത്തു? 8 സെക്കൻഡ് സമയം എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിനൊരു ടെലിഫോൺ പോസ്റ്റിന് മാത്രം കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദ്യം. അത്ര ഉള്ളടാ, സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. എങ്ങനെയാന്ന് പറഞ്ഞാലേ, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ട്രെയിനിന്റെ വേഗത കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? 150 മീറ്റർ നീളമുള്ള ട്രെയിന് 250 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 8 സെക്കൻഡ് സമയം വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് കണ്ടെത്താം. എങ്ങനെ? 150-ഉം 250-ഉം തമ്മിൽ കൂട്ടുക അല്ലെ? ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ആലോചിക്കുക, 400 മീറ്ററിനെ 8 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് എന്നാണല്ലോ. ആണ്. അപ്പൊ ഈ 50 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ എന്ത് ചെയ്യണം? സഞ്ചരിക്കുന്ന ട്രെയിനിന് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണമെന്നാണ്. അപ്പൊ ആലോചിക്കുക, ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുമ്പോൾ ശരിക്കും പാസ് ചെയ്ത് പോകുന്നത് ഏത് മാത്രമാണ്? ഈ ട്രെയിനിന്റെ നീളത്തെ മാത്രമല്ലേ? ഈ ട്രെയിനിന്റെ നീളം മാത്രം കടന്നു പോകേണ്ട സമയം കണ്ടെത്താൻ എന്ത് ചെയ്യുക? 150 മീറ്ററിനെ ഏതുകൊണ്ട്? വേഗതയായ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 150/50 എന്ന് പറയുന്നത് എത്ര കിട്ടൂടാ? 3. അതുകൊണ്ട് തന്നെ ഇതിനെ 3 സെക്കൻഡ് എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ഇവിടുത്തെ സ്പീഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രെയിനിന്റെയും പാലത്തിന്റെയും ആകെ നീളം എടുക്കുക 400. 400-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 50 എന്ന് കിട്ടും അല്ലെ? പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ ട്രെയിനിന് മാത്രം അല്ലെങ്കിൽ ആ പാലം മാത്രം കടക്കാനുള്ള സമയം കണ്ടെത്താം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മറ്റൊരു തരത്തിൽ ചെയ്യാം. അതായത് ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂടെ ടോട്ടൽ എത്ര ഉണ്ടാവുക? 400 മീറ്റർ ഇല്ലേ? 400 മീറ്റർ കടക്കാൻ 8 സെക്കൻഡ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം. അങ്ങനെയാണെങ്കിൽ 150 മീറ്റർ മാത്രം കടന്നു പോകാൻ എത്ര സമയം എന്നുള്ളതല്ലേ ചോദ്യം. സിമ്പിൾ അല്ലേ? അപ്പൊ 400 എന്ന് പറയുന്ന സംഖ്യക്ക് അനുപാതികമായി അല്ലെങ്കിൽ അതിന് കണക്ട് ചെയ്ത് 8 സെക്കൻഡ് കിട്ടുന്നുണ്ട് എങ്കിൽ 150 മീറ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്പർ ഏത്? അത് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ലേ? 400-ൽ എത്ര 8 ഉണ്ട് എന്ന് വെച്ചാൽ 50, അല്ലെങ്കിൽ 400-നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 150-നെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അങ്ങനെ 3 സെക്കൻഡിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ ടെലിഫോൺ പോസ്റ്റ് മാത്രം കടന്നു പോകാൻ 3 സെക്കൻഡ് എന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി അല്ലെ? അപ്പൊ 400 മീറ്റർ കടന്നു പോകാൻ എത്ര സമയം? 8 സെക്കൻഡ് എങ്കിൽ 150 മീറ്റർ കടന്നു പോകാൻ എത്ര സെക്കൻഡ് എന്നല്ലേ? അപ്പൊ ഇതിനെ ക്രോസ് ചെയ്തിട്ട് ചെയ്താൽ മതി. എങ്ങനെ? 8 × 150 ഡിവൈഡഡ് ബൈ 400 ആണല്ലോ. ഈ 8-ഉം ഈ 400-ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 50 കിട്ടും. ഈ 150-നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. റെഡിയായോ? യെസ്. അടുത്ത ചോദ്യം. A train 100 meter long crosses a signal post in 5 seconds. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു സിഗ്നൽ പോസ്റ്റ് കടന്നു പോകാൻ 5 സെക്കൻഡ് സമയം എടുക്കുന്നു. How much time will it take to cross a bridge of length 200 meters with the same speed? 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകാൻ 5 സെക്കൻഡ് സമയം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ്. ചെയ്തോക്കെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ടെക്നിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താം. യെസ്. 100 മീറ്റർ കടക്കാൻ 5 സെക്കൻഡ് അല്ലെ? 100 മീറ്ററിന് അവിടെ എത്ര സമയം മതിയടാ? 5 സെക്കൻഡ് മതി. അപ്പൊ നമുക്ക് അതങ്ങനെ തന്നെ എഴുതാം. 100 മീറ്റർ കടന്നു പോകാൻ 5 സെക്കൻഡ് അല്ലേ?
അപ്പൊ അവിടെ നമുക്ക് എന്ത് കടന്നു പോകണമെന്നാ? പാലം, 200 മീറ്റർ നീളമുള്ള പാലം കടന്നു പോകണമെന്ന്. അപ്പൊ 100 മീറ്റർ നീളമുള്ള ട്രെയിനും 200 മീറ്റർ നീളമുള്ള പാലവും ചേർത്ത് മൊത്തം 300 മീറ്റർ കടന്നു പോകണം. 300 മീറ്റർ കടന്നു പോകാൻ എത്ര സമയം? കണ്ടെത്താൻ എന്താ മാർഗം? ഇപ്പൊ പറഞ്ഞതുപോലെ 100 കടന്നു പോകാൻ 5 സെക്കൻഡ് എങ്കിൽ അതിന്റെ 3 മടങ്ങ് 300 മീറ്റർ കടന്നു പോകാൻ 3 × 5 15 സെക്കൻഡ്. ഇങ്ങനെ നമുക്ക് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 300 × 5 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതിയാലും മതി. അല്ലെ, ക്യാൻസൽ ചെയ്തു 3 5 15 എന്ന് കിട്ടും. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. കിട്ടിയോ? 100 മീറ്റർ കടക്കാൻ 5 സെക്കൻഡ് എങ്കിൽ 300 മീറ്റർ, ഈ 300 എവിടെ നിന്ന് വന്നെന്ന് അറിയാലോ? പാലം കടന്നു പോകുന്ന സമയത്ത് ട്രെയിനിന്റെ നീളവും നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ പാലത്തിന്റെ നീളം. അപ്പൊ 200 + 100, ആ 300 എന്നാണ് എടുക്കുന്നത്. അപ്പൊ 300 മീറ്റർ കടക്കാൻ എത്ര സമയം? 15 സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ചെയ്ത കാര്യം വ്യക്തമാണ് എന്ന് വിചാരിക്കട്ടെ. റെഡിയല്ലേടാ? അത്രേ ഉള്ളൂ. A train clears a platform of 200 meters long in 15 seconds and passes a telegraph post in 10 seconds. അങ്ങനെയാണെങ്കിൽ the length of the train, ട്രെയിനിന്റെ നീളം എത്ര എന്ന് ചോദിക്കുകയാണ്. ഒരു പ്ലാറ്റ്ഫോം അല്ലെ, 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ 15 സെക്കൻഡ് സമയമാണ് എടുത്തത്. എന്നാൽ ഒരു ടെലഗ്രാഫ് പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം മതിയായിരുന്നു? ജസ്റ്റ് 10 സെക്കൻഡ്സിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിന്റെ ലെങ്ത് എത്ര എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു ട്രെയിനിന് 200 മീറ്റർ നീളം കടന്നു പോകണം അല്ലെ. 200 മീറ്റർ നീളവും അല്ലെ, പിന്നെ എന്താണ്, ട്രെയിനിന്റെ നീളവും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ട്രെയിനിന്റെ ലെങ്ത് കടന്നു പോകാൻ ഈ ഒരു ട്രെയിനിന് എത്ര സമയം മതിയായിരുന്നു? 10 സെക്കൻഡ് സമയം ആണല്ലോ. ഇനി അതിനകത്ത് തന്നെ ട്രെയിനിന്റെ ലെങ്തും 200 മീറ്റർ നീളമുള്ള പാലവും കൂടി കടന്നു പോകാൻ എത്ര സെക്കൻഡാ? 15 സെക്കൻഡ്. അപ്പൊ ട്രെയിനിന്റെ നീളം മാത്രം കടന്നു പോകാൻ 10 സെക്കൻഡ്, ട്രെയിനിന്റെ നീളവും 200 മീറ്റർ നീളമുള്ള എന്തും പ്ലാറ്റ്ഫോമും കൂടെ കടന്നു പോകാൻ 15 സെക്കൻഡ്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം മാത്രം, അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് മാത്രം കടക്കാൻ എത്ര സമയം മതിയടാ? 5 സെക്കൻഡ് സമയം മതിയല്ലേ? മനസ്സിലായോ? അതായത് ട്രെയിനിന്റെ നീളം മാത്രം കടക്കാൻ 10 സെക്കൻഡ്, ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമും കൂടെ കടക്കാൻ 15 സെക്കൻഡ്. അവിടെ നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാൻ ഈ ട്രെയിനിന് എത്ര സമയം മതിയായിരുന്നു? 5 സെക്കൻഡ് മതിയായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ നീളം കടന്നു പോകാൻ അതിന് 10 സെക്കൻഡ് വേണ്ടി വന്നില്ലേ? 10 സെക്കൻഡ് വേണ്ടി വന്നെന്ന് വെച്ചാൽ ഈ 200 മീറ്ററിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു. 200 മീറ്ററിന്റെ ഇരട്ടി എന്ന് വെച്ചാൽ എന്താണ്? 400 മീറ്റർ. അപ്പൊ 400 മീറ്റർ കടന്നു പോകാനാണ് 10 സെക്കൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ട്രെയിനിന്റെ ലെങ്ത് 400 മീറ്റർ എന്ന് നമുക്ക് പറയാം. നമ്മൾ വേഗത ഒന്നും കണ്ടുപിടിച്ചിട്ടല്ല ചെയ്യേണ്ടത് അല്ലെ. ഇതിനകത്ത് എക്സോ വൈയോ ഒന്നും ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ നിങ്ങൾ ആലോചിക്കുക, ട്രെയിനിന്റെ നീളവും 200 മീറ്ററും ഇങ്ങനെ ടോട്ടൽ ലെങ്ത് കടന്നു പോകാൻ എത്രയാണ്? 15 സെക്കൻഡ് ആണ് സമയം. എന്നാൽ ഇതിനകത്ത് തന്നെ എന്താണ്, ഒരു ടെലഗ്രാഫ് പോസ്റ്റ് കിടക്കുകയാണെന്ന് വെച്ചാൽ ട്രെയിനിന്റെ നീളം മാത്രം കടന്നു പോകാൻ 10 സെക്കൻഡ് ആണ് സമയം. അപ്പൊ 15 സെക്കൻഡും 10 സെക്കൻഡും അങ്ങനെയാണല്ലോ. അപ്പൊ അതൊന്നും നമുക്ക് എന്ത് മനസ്സിലായി? ഇതിനകത്ത് വരുന്ന ഈ 200 മീറ്റർ കടക്കാൻ, ഇവിടുത്തെ 200 മീറ്റർ കടക്കാനാണ് എത്ര സമയം വേണ്ടി വന്നത്? 5 സെക്കൻഡ് സമയം വേണ്ടി വന്നു. 200 മീറ്റർ കടക്കാൻ 5 സെക്കൻഡ് ആണെങ്കിൽ ട്രെയിനിന്റെ നീളം മൊത്തത്തിൽ കടന്നു പോകാൻ നമ്മൾ എത്ര സമയം എടുത്തു? 10 സെക്കൻഡ്. അപ്പൊ 5 സെക്കൻഡിൽ കടന്നു പോകുന്നത് 200 മീറ്റർ ആണെങ്കിൽ 10 സെക്കൻഡിൽ കടന്നു പോകുന്നത് എത്ര മീറ്റർ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 400 മീറ്റർ ആണ്. 400 മീറ്റേഴ്സ്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ 400ലേക്ക് എത്തി. ഇപ്പൊ ചെയ്ത പോലെ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് എക്സോ വൈയോ ഒക്കെ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ചെയ്യാൻ പറ്റുമോടാ? തൊട്ട് മുമ്പ് ചെയ്ത പോലെ ട്രെയിന് എങ്ങനെ സഞ്ചരിക്കുകയാണ്? 2000 മീറ്റർ നീളമുള്ള ഒരു പാലം കിടക്കുകയാണ് അല്ലെ. 2000 മീറ്റർ നീളമുള്ള പാലവും 2000 മീറ്റർ നീളമുള്ള പാലവും ട്രെയിനിന്റെ നീളവും കൂടി കടക്കാൻ ആ ട്രെയിനിന് എത്ര സമയം വേണ്ടി വന്നു? 2.5 മിനിറ്റ് സമയം വേണ്ടി വന്നു ആണ്.
എന്നാൽ ട്രെയിനിന്റെ നീളം മാത്രം കടക്കാൻ എത്ര സമയം മതിയായിരുന്നു? 1/2 മിനിറ്റ് സമയം മതിയായിരുന്നു. അതിൽ നമുക്ക് മനസ്സിലായി 2000 മീറ്ററിന് എത്ര സമയമാണ് ട്രെയിനിന് വേണ്ടത്? 2 മിനിറ്റ് ആണ് വേണ്ടത് അല്ലെ. 2000 മീറ്ററിന് 2 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ്? 1000 എന്ന് കിട്ടും. 1000 മീറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ 1/2 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? 1000ന്റെ പകുതി 500 മീറ്റർ, 500 മീറ്റേഴ്സ്. മനസ്സിലായോ? 2000 മീറ്ററും ട്രെയിനിന്റെ നീളവും കൂടെ കടന്നു പോകാൻ 2.5 മിനിറ്റ്, എന്നാൽ ട്രെയിനിന്റെ നീളം മാത്രം കടന്നു പോകാൻ 1/2 മിനിറ്റ് അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 2000 മീറ്റർ മാത്രം കടന്നു പോകാൻ എത്ര മിനിറ്റ് ആണ്? 2 മിനിറ്റ്. 2000 മീറ്ററിന് 2 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര മീറ്ററാ? 1000 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 1/2 മിനിറ്റിൽ എത്ര മീറ്ററാ? 500 മീറ്റർ, 500 മീറ്റേഴ്സ്. മനസ്സിലായോ? അപ്പൊ 1/2 മിനിറ്റ് കൊണ്ട് കടന്നു പോകുന്ന ട്രെയിനിന്റെ നീളം അല്ലേ? ആണ്. അപ്പൊ ആ കടന്നുപോയ നീളം എന്ന് പറയുന്നത് ട്രെയിനാണ്. അപ്പൊ ട്രെയിനിന് എത്ര നീളമുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 500 മീറ്റർ എന്നോ 1/2 കിലോമീറ്റർ എന്നോ പറയാം. രണ്ടും സെയിം ആണ് കേട്ടോ. എത്രയാണ്? ട്രെയിനിന് കടന്നു പോകാൻ 500 മീറ്റർ അല്ലെ. 1/2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം കടന്നുപോയി? 500 മീറ്റർ കടന്നുപോയി. മക്കളെ ഓക്കെ ആണോ? പിടികിട്ടിയാടാ? ഇതിനകത്ത് വേഗതയൊന്നും കണ്ടുപിടിച്ച് വെറുതെ സമയം കളയരുത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഇതിനകത്ത് വേഗത കണ്ടുപിടിക്കുക, അതൊന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്ത് വെറുതെ സമയം കളയും. നമുക്കിവിടെ അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്. സെറ്റായ? ഉത്തരം കിട്ടിയ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. A train 700 meter long is running at 72 km per hour. If it crosses a tunnel in 1 minute. ഒരു ടണൽ കടന്നു പോകാൻ എത്ര സമയം എടുത്തു? 1 മിനിറ്റ് സമയം എടുത്തു. അങ്ങനെയാണെങ്കിൽ ടണലിന്റെ നീളം എത്ര? ഇതേ മാതൃകയിലുള്ള ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പാലം, ട്രെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. 700 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇതൊരു ടണലിനെ കടന്നു പോകാൻ 1 മിനിറ്റ് സമയമാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ടണലിന്റെ ലെങ്ത് എത്ര? ദ ലെങ്ത് ഓഫ് ദ ടണൽ ഈസ്. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ട്രെയിനിന്റെ വേഗത 72 കിലോമീറ്റർ പെർ അവർ ആണേ. ഈ 72 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റുമോ? 72 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വിളിക്കാം. അറിയാലോ? അതായത് 72നെ ഒന്ന് മാറ്റി എഴുതുക. 72 ഇൻറ്റു 5/18 എന്ന തരത്തിലേക്ക്. 72നെയും 18നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പൊ 4 5 20 എന്ന് കിട്ടും. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇതാണ് ട്രെയിനിന്റെ എന്ത്? വേഗത ആണല്ലോ. ആണ്. ഈ ഒരു വേഗത 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ എത്ര സമയം കൊണ്ട്? 1 മിനിറ്റ് കൊണ്ട് അല്ലെ. 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കാം. 1 മിനിറ്റ് എന്ന് വെച്ചാൽ എത്രയാ? 60 സെക്കൻഡ് അല്ലേ. ഈ 60 സെക്കൻഡ് കൊണ്ട് ഗുണിക്കാം. 20 മീറ്റർ പെർ സെക്കൻഡിനെ 60 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 1200 മീറ്റർ എന്നാണ്. ഇതിൽ 700 മീറ്റർ ആണ് ട്രെയിനിന്റെ നീളം. 1200 മീറ്ററിൽ 700 മീറ്റർ ആണ് ട്രെയിനിന്റെ നീളമെങ്കിൽ ആ ടണലിന്റെ നീളം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 500 മീറ്റർ. സിമ്പിളായിട്ട് ഉത്തരം കിട്ടൂലേ? ഈ ഒരു ടണലിന് അല്ലെങ്കിൽ ഈ ഒരു ഇതാണ് നമ്മൾ ടണലിന് എന്ന് പറയും, തുരങ്കം എന്ന് പറയാറില്ലേ? യെസ്. ടണലിന് അഥവാ തുരങ്കത്തിന് എത്ര ദൂരമാണ് അല്ലെങ്കിൽ എത്ര നീളമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 500 മീറ്റർ എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ഓക്കെ ആണേ? അപ്പൊ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായോ? അപ്പോ ഇവിടെ നമ്മുടെ കയ്യിലുള്ള വേഗത എടുത്തു 72 കിലോമീറ്റർ പെർ അവർ. 72 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവിടുത്തെ സമയം 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡ് കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് കിട്ടി 1200 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഈ 1200 മീറ്ററിൽ എന്തൊക്കെ പെടും? ടണലിന്റെ നീളവും ട്രെയിനിന്റെ നീളവും വരുമല്ലോ. ആണ്. ഈ 1200ൽ നിന്ന് നമുക്ക് അറിയുന്ന നീളം ആരുടെയാ? ട്രെയിനിന്റെ 700 ആണ്. ഇതങ്ങ് മൈനസ് ചെയ്തപ്പോ നമുക്ക് ബാക്കി ഒരു 500 കിട്ടിയിട്ടുണ്ട്. ഈ 500 മീറ്റർ എന്ന് പറയുന്നത് ആരുടെ നീളമാണ്? ടണലിന്റെ നീളമാണ് കേട്ടോ. ടണലിന് എത്ര നീളമുണ്ട് എന്ന് വെച്ചാൽ 500 മീറ്റർ.
ഓക്കെ, നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോവാണ്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ട്രെയിന് മൂവിങ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണത് ചെയ്യേണ്ടത്? രണ്ട് ട്രെയിനുകൾ പരസ്പരം കടന്നു പോവാണ്. നമ്മൾ ഈ വേഗതയും സമയവും പഠിച്ച സമയത്ത് നമ്മൾ അവിടെ ഈ ആവറേജ് സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് എന്നിങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? റിലേറ്റീവ് സ്പീഡ് എന്ന് വെച്ചാൽ ശരാശരി അല്ലെ? ആണോ? അല്ല, ആവറേജ് സ്പീഡാണ് ശരാശരി. എന്നാൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞായിരുന്നു, ആപേക്ഷിക വേഗത. ഓർമ്മയുണ്ടോ? ആ സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസിംഗ് ട്രെയിൻസിന്റെ ടൈം കണ്ടെത്തുന്നത്. രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിലും പരസ്പരം കടന്നു പോകാറുണ്ട്, എതിർ ദിശയിലും പരസ്പരം കടന്നു പോകാറുണ്ട്. അപ്പൊ ഇവര് പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു ട്രെയിൻ അല്ലെ, ട്രെയിനിന്റെ നീളം നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ട്രെയിനിന്റെ നീളവും നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ വേഗതകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും മറ്റേത് സെയിം ഡയറക്ഷനിലും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കടന്നു പോകാനുള്ള സമയം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഈ T1 T2 എന്ന് കൊടുത്തിരിക്കുന്ന ട്രെയിനുകളെ കുറിച്ചാണ്. ട്രെയിൻ എന്ന് പഠിച്ചിട്ട് കാര്യമില്ല. ലെങ്ത് ഓഫ് ദ ട്രെയിൻ, ആദ്യത്തെ ട്രെയിനിന്റെ ലെങ്തും രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്തും നമ്മൾ കൂട്ടാം. ഇവരുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടിയ ശേഷം ഇവരുടെ വേഗതകളുടെ തുക കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. എന്ത് കണ്ടെത്താം? ടൈം കണ്ടെത്താം. അതുപോലെ ഇവർ സഞ്ചരിക്കുന്നത് സെയിം ഡയറക്ഷനിലാണെങ്കിൽ, നമ്മൾ നേരത്തെ ചെയ്തത് എന്തായിരുന്നു? ഓപ്പോസിറ്റ് ആണ്. എതിർദിശകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടിയ ശേഷം അവരുടെ വേഗതകളുടെ തുക കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. എന്നാൽ ഇവരെങ്ങനെയാണ്? ഒരേ ദിശയിൽ സെയിം ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണോടാ? ഈ നീളങ്ങളെ തമ്മിൽ കൂട്ടുക. L1 plus L2 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? S1 മൈനസ് S2, വേഗതകളെ തമ്മിൽ കുറയ്ക്കുക. ഇതേതിലാണ്? സെയിം ഡയറക്ഷനിലാണ്. എതിർ ദിശകളിലാണെങ്കിൽ നീളങ്ങളെ തമ്മിൽ കൂട്ടിയ ശേഷം വേഗതകളുടെ തുക കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നാൽ സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഇവരുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടുന്നു, അവരുടെ വേഗതകളുടെ വ്യത്യാസം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. രണ്ടും രണ്ട് കേസാണ്, എതിർ ദിശയിൽ വന്നാലും സെയിം ദിശയിൽ വന്നാലും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ട്രെയിൻ അല്ല, ബസ്സിനെ കുറിച്ചാണ് പറയുന്നത്. എ ബസ് ഓഫ് ലെങ്ത് 10 meter ഈസ് ഓവർടേക്കിംഗ് അനദർ ബസ് ഓഫ് ദ സെയിം ലെങ്ത്. ഒരു ബസ് സഞ്ചരിക്കുകയാണ്, 10 മീറ്റർ നീളമുള്ള ഒരു ബസ്. ആ ബസ്സിനെ 10 മീറ്റർ നീളമുള്ള മറ്റൊരു ബസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓവർടേക്ക് ചെയ്യണം, കടന്നു പോവാണ് അല്ലെ. ഈ രണ്ട് ബസ്സുകളുടെയും വേഗതകളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. എന്താണ്? ഒരാളുടെ വേഗത 12 മീറ്റർ പെർ സെക്കൻഡും മറ്റേയാളുടേത് 8 മീറ്റർ പെർ സെക്കൻഡുമാണ്. അപ്പൊ ഈ രണ്ട് വേഗതകൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഇവർ പരസ്പരം കടന്നു പോകും എന്നാണ്. പരസ്പരം കടന്നു പോകുക എന്ന് വെച്ചാൽ എന്താണ്? വേഗത കുറഞ്ഞതിനെ വേഗത കൂടിയ ബസ് എന്തായാലും കടന്നു പോകൂലേ. അപ്പൊ കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ത് എന്നാണ്. അപ്പൊ ഇവർ രണ്ടുപേരും സഞ്ചരിക്കുന്ന ഒരേ ദിശയായതുകൊണ്ട് തന്നെ ടൈം കണ്ടെത്താൻ ഇവരുടെ നീളങ്ങളെ തമ്മിൽ ആദ്യം കൂട്ടുക, എന്നിട്ട് ഇവരുടെ വേഗതകളെ തമ്മിൽ കുറയ്ക്കുക, S1 മൈനസ് S2, എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. നീളങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ 10 മീറ്ററും 10 മീറ്ററുമാണ്. അപ്പൊ രണ്ട് നീളങ്ങളും കൂടെ ചേർത്ത് നമുക്ക് 20 മീറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി വേഗതകളിലേക്ക് വരികയാണെങ്കിൽ ഇത് 12 മീറ്റർ പെർ സെക്കൻഡും 8 മീറ്റർ പെർ സെക്കൻഡും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 മൈനസ് 8 എന്ന് ചെയ്താൽ മതി. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 12 8 പോയാൽ നമുക്ക് 4 എന്ന് എഴുതി കൂടെ. 20/4 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ എത്ര സമയം കൊണ്ട് കടന്നു പോകും എന്ന ചോദ്യത്തിന് 5 സെക്കൻഡ് സമയം കൊണ്ട് ഈ രണ്ട് ബസ്സുകൾ പരസ്പരം കടന്നു പോകും. ഈ 5 സെക്കൻഡിലേക്ക് നമ്മൾ എത്തിയ വഴി മനസ്സിലായോ? രണ്ട് ബസ്സുകളുടെയും നീളങ്ങളെ തമ്മിൽ കൂട്ടിയ ശേഷം അവരുടെ വേഗതകൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഡിവൈഡ് ചെയ്തു. ഇപ്പൊ 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 5 എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം 5 സെക്കൻഡ്സ്, 5 സെക്കൻഡ്. ഇതൊക്കെയാണോ? ഇവരെന്തുകൊണ്ടാണ്? ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യം. എ ട്രെയിൻ 270 മീറ്റർ ലോങ് ഈസ് മൂവിങ് at a speed of 25 km/h. In how much time will it cross a man?
കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അറ്റ് ദ സ്പീഡ് ഓഫ് 2 km/h. 270 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ അതിന്റെ എതിർദിശയിൽ 2 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോവാണ്, ഒരു മനുഷ്യനെ കടന്നു പോവാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കടന്നു പോകാൻ, ആ ഒരു രീതിയിൽ കടന്നു പോകാൻ ഈ ഒരു ട്രെയിനിന് എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം? കടന്നു പോകേണ്ട ഡിസ്റ്റൻസ് എന്തായാലും വേണം. കടന്നു പോകേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ നീളം മാത്രമേ ഉള്ളൂ 270. ഇതിൽ ആ മനുഷ്യന് നീളവും വീതി ഉണ്ടോ? ഇല്ല. മാത്രമല്ല ഇവർ സഞ്ചരിക്കുന്ന എതിർദിശ ആയതുകൊണ്ടേ സ്പീഡ് എടുക്കുമ്പോൾ ഈ സ്പീഡ് തമ്മിൽ കൂട്ടണം. S1 + S2 എന്നല്ലേ. ഇവരെ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? 25 + 2 എന്ന് കിട്ടും. 25 + 2നെ 27 എന്ന് എഴുതാം. 27 km/h ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് 270ഉം ഇവിടുത്തെ എന്താണ് വേഗത 27ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കടന്നു പോകാൻ എടുക്കുന്ന സമയം കണ്ടെത്താൻ 270 / 27 ചെയ്യണം. പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ഈ 270 മീറ്ററാണ്. അപ്പൊ 27 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. 27നെ കൺവേർട്ട് ചെയ്യാം. 27 km/hനെ 5/18 കണ്ടോ? 9 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 കിട്ടും, ഇവിടെ 2. 3 5 15. 15/2 എന്ത് കിട്ടും? m/s എന്ന് കിട്ടും വേഗത അല്ലെ. 27 km/h ആയിരുന്ന വേഗതയെ നമ്മൾ 15/2 m/s കൊണ്ടുവന്നു. ഇവിടുത്തെ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ 270 / 15/2 എന്ന് എഴുതാം അല്ലെ. 270 / 15/2 ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 270 × 2/15. കണ്ടോ? 270 × 2 എന്ന് വെച്ചാൽ 540 ആണ്. 540/15 കൊടുത്താൽ മതി. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാണ്. 540നെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 108 കിട്ടും. 15നെ ക്യാൻസൽ ചെയ്താൽ 3 കിട്ടും. 108/3 എന്ന് പറയുന്നത് എത്രയാണ്? 36 അല്ലെ. എത്ര സമയമെടുത്തു എന്ന് ചോദിച്ചാൽ 36 സെക്കൻഡ് സമയമെടുത്തു. പിടികിട്ടിയോ? ചെയ്യാൻ പറ്റിയോ? അപ്പോൾ ഇവിടെ നീളം എന്ന് പറയാൻ, അല്ലെങ്കിൽ ദൂരം എന്ന് പറയാൻ ആരുടെ നീളം മാത്രമേ ഉള്ളൂ? ട്രെയിനിന്റെ നീളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരെ പരിഗണിച്ചു? ട്രെയിനിന്റെ നീളത്തെ പരിഗണിച്ചു. ട്രെയിനിന്റെ നീളം 270 മീറ്റർ ആയിരുന്നു. ഇനി ഇവർ രണ്ടുപേരും സഞ്ചരിക്കുന്ന എതിർദിശയിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരുടെ വേഗതകളെ തമ്മിൽ ഒന്ന് കൂട്ടി എഴുതി. വേഗതകൾ ആരൊക്കെയായിരുന്നു? 25ഉം 2ഉം. 25ഉം 2ഉം കൂടെ കൂട്ടിയപ്പോൾ 27 km/h എന്ന് കിട്ടി. 27 km/h ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ദൂരം എന്ന് പറയുന്നത് മീറ്ററിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേഗത നമുക്ക് m/s വേണം കിട്ടാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് 270നെ ഏതുകൊണ്ട് ഹരിച്ചു? 15/2 കൊണ്ട്. ഈ 15/2 എവിടെ നിന്ന് വന്നെന്ന് അറിയാലോ. 15/2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം എങ്ങനെ ചെയ്തു? 270 × 2/15 എന്ന് എഴുതാൻ പറ്റി. ഇവിടെ നമ്മൾ 15 കൊണ്ട് നേരിട്ട് ക്യാൻസൽ ചെയ്താലും മതി കേട്ടോ. 270 എന്ന് പറയുന്നത് എന്താണ്? 9 × 30 ആണ്. 30നെ ക്യാൻസൽ ചെയ്തപ്പോൾ 2. അപ്പൊ 2 × 9 18 അല്ലെ. ഇനി 18 × 2 എന്ന് എഴുതി 36 എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം. 36 seconds എന്നാണ്. 36 സെക്കൻഡ്. ക്ലിയർ ആയില്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്തൊരു ചോദ്യം. 2 trains 140 meter and 160 meter long run at speed of 60 km/h and 40 km/h respectively in opposite directions on parallel tracks. പാരലൽ ആയിട്ടുള്ള ട്രാക്കിൽ 2 വ്യത്യസ്ത ട്രെയിനുകൾ, അവരുടെ നീളങ്ങളൊക്കെ എത്രയാണ്? 140ഉം 160ഉം തന്നിട്ടുണ്ട്. വേഗതകളോ 60ഉം 40ഉം തന്നിട്ടുണ്ട് ആണല്ലോ. ഇവര് പാരലൽ ട്രാക്സിലൂടെ എതിർ ദിശകളിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള സമയം കണ്ടെത്തുക അല്ലെ. ഇവിടെ കടന്നു പോകാൻ എടുത്ത ആ ടൈം എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ L1 + L2 ഡിവൈഡഡ് ബൈ S1 + S2 തന്നെ ചെയ്താൽ മതി. L1 + L2 നമുക്ക് പ്രശ്നമില്ല. 140ഉം 160ഉം ചേർത്തിട്ട് 300 എന്നെഴുതാം ആണല്ലോ. ഇനി വേഗതകളിലേക്ക് വരികയാണെങ്കിൽ 60ഉം 40ഉം. 60ഉം 40ഉം എത്ര കിട്ടിയിട്ടുണ്ട്? 100 എന്ന് കിട്ടിയിട്ടുണ്ട് ആണല്ലോ. 100നെ കൺവേർട്ട് ചെയ്യാം. 100 × എന്ത് ചെയ്യാ? 5/18 അല്ലെ.
ഈ 5/18 ഇങ്ങനെ തന്നെ ഇട്ടിരുന്നു, വേറെ പ്രശ്നമില്ല, 100 ഇവിടെ കിടക്കട്ടെ. ഈ 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് 18/5 കൊണ്ട് എന്ത് ചെയ്താലും മതി, മൾട്ടിപ്ലൈ ചെയ്താലും മതിയല്ലോ അല്ലേ. അപ്പം 60ഉം 40ഉം കൂടെ ചേർത്ത് നമ്മൾ 100 എന്ന് എടുക്കുന്നു. 100 എന്ന് പറയുന്നത് എന്താണ്, കിലോമീറ്റർ പെർ അവർ ആണ്. പിന്നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുപോകാൻ 5/18. അപ്പം 300 മീറ്ററിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 18/5 കൊടുക്കുക അല്ലേ, ചെയ്യാൻ പറ്റൂലേ? ഓക്കെ ആണ്. അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. 3 × 18 എത്രയാണ്? 3 × 18 54. 54/5 എന്ന് എഴുതിയാൽ മതി. 54നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 54നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, 54ന്റെ ഇരട്ടി എടുക്കുക, ഒരു ഡെസിമൽ കൊടുക്കുക. 54ന്റെ ഇരട്ടി എന്ന് വെച്ചാൽ എത്രയാ, 108 ആണ്. അതിലേക്ക് ഒരു ഡെസിമലും കൂടെ കൊടുത്താൽ മതി. അപ്പൊ 108 സെക്കൻഡ് എന്ന് പറയാം. ഈ രണ്ട് നീളങ്ങളെ തമ്മിൽ കൂട്ടുക, 140ഉം 160ഉം കൂടെ ചേർത്ത് 300 എന്നെടുക്കുക ആണല്ലോ. ഇവിടെ വേഗതകൾ 60ഉം 40ഉം ആണ്. അപ്പൊ എത്രയായി, 100 km/h എന്ന് കിട്ടി. ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എന്നുവെച്ചാൽ 5/18 അല്ലേ. അപ്പൊ 5/18 എന്ന് എഴുതുന്നതിന് പകരം 18/5 കൊടുത്താൽ മതി. അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു. 18 × 3 എന്ന് പറയുന്നത് 54 ആണ്. 54/5 ചെയ്താൽ മതി. 54നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 54ന്റെ ഇരട്ടി എത്ര കിട്ടും, 108 എന്ന് കിട്ടും. അതിൽ ജസ്റ്റ് ഒരു ഡെസിമൽ മാത്രം കൊടുത്താൽ മതി. അപ്പൊ 10.8 എന്ന് കിട്ടും. കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ. സെറ്റായ? അപ്പൊ എത്ര സമയം, 10.8 സെക്കൻഡ് സമയം. ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. റെഡി? യെസ്. അടുത്ത ചോദ്യേ. 2 trains of length 100 meters and 150 meters traveling opposite direction with the speeds 120 km/h and 80 km/h respectively. രണ്ട് ട്രെയിനുകൾ ഉണ്ട്. ഒരാളിന് 100 മീറ്റർ നീളമുണ്ട്, അടുത്തയാളിന് 150 മീറ്റർ നീളമുണ്ട്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, 120 km/h അതുപോലെ 80 km/h വേഗതകളിൽ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എതിർ ദിശയിൽ കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ്. അപ്പൊ എതിർ ദിശയിൽ ഇവർക്ക് കടന്നു പോകാനുള്ള സമയം എങ്ങനെ കണ്ടെത്താം? 100 മീറ്ററും 150 മീറ്ററും തമ്മിൽ കൂട്ടാം. 100 മീറ്റർ പ്ലസ് 150 മീറ്റർ ആണല്ലോ. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. എത്ര കിട്ടും? 250 എന്ന് കിട്ടും. ആണ്. ഓക്കെ, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് മാത്രമാണ്. ഇനി ഇവിടുത്തെ സ്പീഡ് അല്ലെ, ഇവർ എതിർദിശ ആയതുകൊണ്ട് തന്നെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി എഴുതണം അല്ലേടാ. സ്പീഡ് എങ്ങനെയാ, 120ഉം പിന്നെ എന്ത് വരുന്നുണ്ട്, 80ഉം വരുന്നുണ്ട്. അപ്പൊ ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം, കൂട്ടി എഴുതണം. അപ്പൊ ഇവരെ തമ്മിൽ കൂട്ടി എഴുതുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, 200 km/h എന്ന് കിട്ടുന്നുണ്ട്. 200 km/hനെ നമുക്ക് എങ്ങനെ എഴുതാം, 200 × 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാമല്ലോ. അവിടുത്തെ ടൈം നമുക്ക് എങ്ങനെ എടുക്കാം എന്ന് ചോദിച്ചാൽ 250 ഡിവൈഡഡ് ബൈ 200 അല്ലെ. ഈ 5/18 കൊണ്ട് ഇവിടെ ഇൻഡു ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴെ ഇൻഡു ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണല്ലോ. പിന്നെ നേരെ തിരിച്ചെങ്ങനെ എഴുതുക, 18/5 എന്ന് എഴുതുക. ശ്രദ്ധിച്ച് ചെയ്തോണേ. ഓക്കെ, ഈ 250ഉം ഈ കാണുന്ന 5ഉം കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലെ. എത്ര കിട്ടും, 50 എന്ന് കിട്ടും. ഈ 50ഉം ഈ 200ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 4. 18/4 എന്ന് എഴുതാം. 18/4 എന്ന് വെച്ചാൽ ആരാണ്, 9/2 ആണ്. 9/2 എന്ന് വെച്ചാൽ ആരാണ്, 4.5 ആണ്. ശരിയല്ലേ? അപ്പൊ അവിടെ എടുക്കുന്ന സമയം, എത്ര സമയം കൊണ്ട് ഇത് കടന്നു പോകും എന്ന് ചോദിച്ചാൽ 4.5 സെക്കൻഡ്സ്, 4.5 സെക്കൻഡ്. ആകെ ദൂരം എന്ന് പറയുന്നത് 100 മീറ്ററും 150 മീറ്ററും 250 മീറ്റർ. വേഗത, ആകെ വേഗത എന്ന് പറയുന്നത് എന്താണ്, ഈ 120ഉം 80ഉം ചേർത്ത് 200. 200 km/hനെ എങ്ങനെ എഴുതാം, 200 × 5/18. നമ്മൾ ചെയ്യുന്ന കാര്യം എത്ര ഉള്ളൂ, ആകെ ദൂരമായ 250നെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്തോളൂ. പക്ഷേ ഇവിടെ ഒരു 5/18 നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 5/18 ഒന്ന് തിരിച്ചിട്ട് 18/5 എന്ന തരത്തിൽ എഴുതാം. 250ഉം ഈ 5ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും,
50 എന്ന് കിട്ടും. ഈ 50ഉം ഈ 200ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. 18/4. 18ന്റെ പകുതി എന്ന് വെച്ചാൽ 9 ആണ്. 9ന്റെ പകുതി എന്ന് വെച്ചാൽ 4.5. 4.5 എന്നാണ്. ഓക്കെ ആണോ? കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഒരിത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ എതിർദിശയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നീളങ്ങളും വേഗതകളും തമ്മിൽ കൂട്ടിയ ശേഷം ഡിവൈഡ് ചെയ്യുക. ഒരേ ദിശയാണെങ്കിൽ നീളം കൂട്ടിയെഴുതുക, പക്ഷെ എന്താണ്, വേഗതകളെ തമ്മിൽ കുറച്ചെഴുതുക കേട്ടോ. അടുത്ത ചോദ്യം. 2 trains of length 120 meter and 80 meter traveling in same direction with the speeds 25 km per hour and 40 km per hour respectively. ഒരേ ദിശയിലാണ്. How long will the faster train take to complete the slow train? എന്ന് വെച്ചാൽ വേഗത കൂടിയ ട്രെയിനിന് വേഗത കുറഞ്ഞതിനെ കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ്. എത്ര സമയം കൊണ്ട് കടന്നു പോകാൻ പറ്റും എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ട്രെയിനുകളുടെ നീളം നോക്കാം. അല്ലടാ, 120 മീറ്റർ നീളം, 80 മീറ്റർ നീളം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്, 200 മീറ്റേഴ്സ് ആണ്. ഇത് നോക്കുമ്പോൾ ഇതിനകത്ത് വേഗതകളുണ്ട്. 25 കിലോമീറ്റർ പെർ അവർ ഉണ്ട്, 40 കിലോമീറ്റർ പെർ അവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേഗത തമ്മിലുള്ള വ്യത്യാസം എടുക്കണ്ടേ? ആണ്. അപ്പൊ 40-ൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കണം? 25-നെ ഒഴിവാക്കണം. 40 നിന്ന് 25 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന 15 ആണ്. ഈ 15 എന്ന് പറയുന്നത് ശരിക്കും കിലോമീറ്റർ പെർ അവറിലാണ് ഇവിടെ ഉള്ളത്. നമുക്കത് പോരാ, നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോ തൽക്കാലം ഈ 15 തന്നെ കിടന്നോട്ടെ. ഇവിടുത്തെ സമയം കണ്ടെത്താൻ 200 മീറ്ററിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കുക, 15 നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലേ? എങ്ങനെ? മീറ്റർ പെർ സെക്കൻഡിലേക്ക്. അപ്പൊ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 18/5 കൊണ്ട് ടോട്ടലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 6 കിട്ടും, ഇവിടെ 5 കിട്ടും. ഇവിടുത്തെ 5 5 25 ആണ്. 25നെ 200 എന്ന് പറയുന്ന സംഖ്യയോട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൈം 6 8 48 എന്ന് കിട്ടും, 48 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ചെയ്ത കാര്യം കൃത്യമായിട്ട് നോക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് ആയ 200 മീറ്റർ. ഇവിടുത്തെ വേഗത എങ്ങനെയാണ് എടുക്കുന്നത്? ഇവരെ തമ്മിൽ കുറച്ചിട്ടാണ് എടുക്കുന്നത്. 15നെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? 5/18 എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് തിരിച്ചിടുക, 18/5 എന്ന തരത്തിൽ അല്ലെ. ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6 ഇവിടെ 5 കിട്ടും. 5 5 25 ആണ്. 25 200ലേക്ക് ക്യാൻസൽ ചെയ്ത് 200നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. 8 × 6 48 എന്ന് കിട്ടും. അപ്പൊ എത്ര സമയം കൊണ്ട് കടന്നുപോയി എന്ന് ചോദിച്ചാൽ 48 സെക്കൻഡ് കൊണ്ട് കടന്നുപോയി. ഓക്കെ അല്ലേ? യെസ്. ചോദ്യം. A train running at a uniform speed of 80 km per hour passes a man riding motorbike at a uniform speed of 50 km per hour along a road parallel to railway line in the same direction in 30 seconds. Find the length of the train. അതായത് ഒരു ട്രെയിൻ 80 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആള് എന്ത് ചെയ്യാണ്? മോട്ടോർ ബൈക്കില് 50 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇവർ രണ്ടുപേരും എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് അറിയാണ്. പാരലൽ ആയിട്ടുള്ള ലൈൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സെയിം ഡയറക്ഷൻ സഞ്ചരിക്കുന്നു. എത്ര സമയം കൊണ്ട്? 30 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിൻ ആരെ കടന്നുപോയി എന്നാണ്? ഈ പറഞ്ഞ മനുഷ്യനെ കടന്നുപോയി എന്നാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സെയിം ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണ്. സെയിം ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മോട്ടോർ ബൈക്കിൽ പോകുന്ന ആളും ട്രെയിനിന്റെയും വേഗതകൾ ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് റിലേറ്റീവ് സ്പീഡ് എടുക്കണം അല്ലെ? സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 80നെ 50 കൊണ്ട് മൈനസ് ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടുത്തെ വേഗത അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ ആപേക്ഷിക വേഗത എന്നൊക്കെ പറയുന്നത് എത്രയെന്ന് കിട്ടും? 30 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഈ ഒരു ആപേക്ഷിക വേഗതയും
കടന്നു പോകാനെടുത്ത സമയവും അറിയാമെങ്കിൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായാലും ട്രെയിനിന്റെ നീളമാണല്ലോ. കാരണം ഈ മോട്ടോർ ബൈക്കിൽ സഞ്ചരിക്കുന്ന ആളിന് പ്രത്യേകിച്ച് നീളമോ വീതിയോ ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടത്തെ 30 km/h എന്ന് പറയുന്ന ആ ഒരു വേഗത നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സമയം കൊണ്ട് ഗുണിക്കുന്നുണ്ട്. അപ്പൊ ഈ 30 km/h നമുക്കൊന്ന് മാറ്റിയെടുക്കണമല്ലോ. 5/18, 5ഉം 18ഉം. അപ്പൊ 30നെയും 18നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു 10 കിട്ടും. 18നെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താലോ 6 കിട്ടും അല്ലേ. ഇതിനെ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3, അല്ലെങ്കിൽ നേരിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി, 6 കൊണ്ട്. 30നെ 6 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 30നെ 6 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5 എന്ന് നേരിട്ട് എഴുതാം. അതുപോലെ 18നെ 6 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3. അപ്പം 5 × 3 എന്ന് കിട്ടും. 5 × 3 ആണോ, സോറി, 5 × 5 എന്ന് കിട്ടും. അപ്പൊ 25/3 എന്ന് കിട്ടും. ഇതെന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടുത്തെ വേഗത എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ. അപ്പൊ ഈ വേഗത നമുക്കറിയാമെങ്കിൽ സമയവും കൂടി ഉപയോഗിക്കാമല്ലോ ആണ്. അപ്പൊ നമ്മുടെ 25/3 എന്ന് പറയുന്ന ആ വേഗതയെ ഇവിടത്തെ സമയമായ 30 സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3ഉം 30ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 10. 25 × 10, 25ഉം 10ഉം കൂടെ ചേർത്ത് 250 എന്ന് വിളിക്കാമല്ലോ. അപ്പൊ ടോട്ടൽ ആ ഒരു ട്രെയിനിന്റെ നീളം 250 മീറ്റർ എന്ന് പറയാം. ചെയ്ത കാര്യം കൃത്യമായി നോക്കുക. ഇവിടെ 2 വ്യത്യസ്ത ട്രെയിനുകളല്ല, ഒരു ട്രെയിനും ഒരു മോട്ടോർ ബൈക്ക് യാത്ര ചെയ്യുന്ന ആളുമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവർ രണ്ടുപേരും സഞ്ചരിക്കുന്ന ദിശ ആദ്യം നോക്കുക. എന്താണ്, സെയിം ദിശയാണ്. സെയിം ദിശ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് കണ്ടെത്താൻ എന്ത് ചെയ്യണം, റിലേറ്റീവ് സ്പീഡ് കണ്ടെത്താൻ 80ൽ നിന്ന് 50 കുറയ്ക്കാം. 80 നിന്ന് 50 പോയാൽ നമുക്ക് കിട്ടുന്നത് 30 എന്നാണ്. ഈ 30 എന്ന് പറയുന്നത് എന്താണ്ടാ, km/h അല്ലേ ആണ്. ഇത് സെറ്റ്. ഈ 30 km/h നമുക്കറിയാമെങ്കിൽ അല്ലെ, അതിൽ നിന്ന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് പോവാം. 30 × 5/18 പോയി. 6 കൊണ്ട് ക്യാൻസൽ ചെയ്തപ്പോ ഇത് 5 എന്നും, ഇവിടെ 6 കൊണ്ട് ക്യാൻസൽ ചെയ്തപ്പോ 3 എന്നും കിട്ടി. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 25/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വിളിക്കാം അല്ലെ. 25/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വിളിച്ചല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ റിലേറ്റീവ് സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സമയവും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഡിസ്റ്റൻസ് കാണാമല്ലോ. ഡിസ്റ്റൻസ് എങ്ങനെ കണക്കാക്കാം, ഇവിടുത്തെ സ്പീഡ്, റിലേറ്റീവ് സ്പീഡായ 25/3 എന്ത് ചെയ്താൽ മതി, ഇവിടുത്തെ ടൈമായ 30 സെക്കൻഡ് ഗുണിച്ചാൽ മതി. അപ്പൊ ഈ ഒരു 3ഉം ഈ 30ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും അല്ലെ. 25ഉം 10ഉം കൂടെ ഗുണിച്ചിട്ട് നമുക്ക് എന്ന് എഴുതാം, 250 എന്ന് എഴുതാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 250 മീറ്റേഴ്സ് എന്ന് എഴുതാൻ പറ്റും. 250 മീറ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു വഴി. 250 മീറ്ററിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. അങ്ങനെ ലെങ്ത് ഓഫ് ദ ട്രെയിനിലേക്ക് നമ്മൾ എത്തി. ആ ട്രെയിനിന് എത്ര ലെങ്ത് ഉണ്ടായിരുന്നു, 250 മീറ്റർ നീളം ഉണ്ടായിരുന്നു. ഓക്കെ ആണോ, കുഴപ്പമില്ലല്ലോ. യെസ്. ഇനി നമുക്ക് നോക്കാനുള്ള ഇപ്പൊ വേഗതയായിട്ട് ബന്ധപ്പെട്ട മെജോറിറ്റി ഏരിയ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് അത്യാവശ്യം നോക്കിയിരിക്കേണ്ട ഒരു ഏരിയ ആണ് ബോട്ടം സ്ട്രീം. ഒരുപാട് ചോദ്യങ്ങളൊന്നും വരാറില്ല, വല്ലപ്പോഴും ഒരു ചോദ്യം വരും. എന്നാലും നമ്മൾ ഈ കൂട്ടത്തിലൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ ബോട്ടം സ്ട്രീമും പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ മാത്രം നോക്കുക. മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ബോട്ട് എന്ന വാഹനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ട്രെയിൻ എന്ന് പറയുന്ന വാഹനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതിന് നല്ല നീളം ഉണ്ടായിരുന്നു. എന്നാൽ ബോട്ട് എന്ന് പറയുന്ന വാഹനത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ നീളമല്ല അതിന്റെ സവിശേഷത. അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ മീഡിയമാണ്, അത് സഞ്ചരിക്കുന്ന മാധ്യമമാണ്. ബോട്ട് സഞ്ചരിക്കുന്ന മാധ്യമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബോട്ടിനൊപ്പം തന്നെ ഈ മാധ്യമവും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബോട്ടും സ്ട്രീമും നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ബോട്ട് എന്ന് പറയുന്നത് ആർക്കൊപ്പം, ഒഴുക്കിനൊപ്പവും സഞ്ചരിക്കുന്നുണ്ട്, ഒഴുക്കിന് വിപരീത ദിശയിലും എതിർ ദിശയിലും സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകതയാണ് മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് ബോട്ട് സഞ്ചരിക്കുന്ന അതിന്റെ മീഡിയം അല്ലെങ്കിൽ അതിന്റെ മാധ്യമം എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 2 തരത്തിലാണ് ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഒന്ന്, ഈ ബോട്ടിന്റെ 2 തരത്തിലുള്ള സഞ്ചാരം. ഒന്ന്,
ഒഴുക്കിന് അനുകൂലമായ സഞ്ചാരവും ഒന്ന് ഒഴുക്കിനെതിരെയുള്ള സഞ്ചാരവും, അല്ലെ? ഒഴുക്കിന് അനുകൂലമായ സഞ്ചാരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം യാത്ര. ഒഴുക്കിന് അനുകൂലമായി താഴേക്ക് എന്നാണ് പറയുക. അപ്പൊ ഡൗൺ സ്ട്രീം യാത്രയിൽ അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം വേഗത എന്ന് പറയുന്നത് എന്താണ്? ഒഴുക്കിന് അനുകൂലമായി ഒഴുക്കിനൊപ്പം അതിന്റെ തന്നെ ദിശയിൽ ഒരു ബോട്ട് സഞ്ചരിച്ചാൽ അതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയുക. അപ്പൊ ഈ ഡൗൺ സ്ട്രീമിന്റെ വേഗത നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ, ബോട്ടിന്റെ വേഗതയും, ഇപ്പൊ ബോട്ടിന്റെ വേഗത ബി എന്നും ഒഴുക്കിന്റെ വേഗത എസ് എന്നും എടുക്കുകയാണെങ്കിൽ ബിയും എസും തമ്മിൽ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡൗൺ സ്ട്രീം, ഒഴുക്കിന് അനുകൂലമായ വേഗത കിട്ടുന്നത്. എന്നാൽ ഇതിനകത്ത് തന്നെ അപ്സ്ട്രീം വേഗത എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അതായത് ഒഴുക്കിനെതിരെയുള്ള വേഗത. ഈ ഒരു വേഗത എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ബോട്ടിന്റെ വേഗതയിൽ നിന്ന് സ്ട്രീമിന്റെ വേഗത കുറയ്ക്കുക. അതായത് ഈ വേഗതകളുടെ വ്യത്യാസത്തെയാണ് നമ്മൾ എന്താ പറയുക? അപ്സ്ട്രീം വേഗത എന്ന് പറയാം. അപ്പൊ ഡൗൺ സ്ട്രീം വേഗത അല്ലെങ്കിൽ ഒഴുക്കിന് അനുകൂലമായ വേഗത എന്ന് പറയുന്നത് ബോട്ടിന്റെയും സ്ട്രീമിന്റെയും വേഗതകളുടെ തുകയും, എന്നാൽ അപ്സ്ട്രീം വേഗത അല്ലെങ്കിൽ ഒഴുക്കിനെതിരെയുള്ള വേഗത എന്ന് പറയുന്നത് ഈ വേഗതകളുടെ വ്യത്യാസമാണ്. ഓക്കെ, ഇനി ചിലപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീം വേഗതയും അപ്സ്ട്രീം വേഗതയും തന്നിട്ട് പലപ്പോഴും ബോട്ടിന്റെ വേഗത ചോദിക്കും. ബോട്ടിന്റെ വേഗത ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അപ്സ്ട്രീം വേഗതയും ഡൗൺ സ്ട്രീം വേഗതയും തമ്മിൽ കൂട്ടിയ ശേഷം പകുതി എടുക്കുക. ബോട്ടിന്റെ വേഗത കാണാൻ അപ്സ്ട്രീം വേഗതയും ഡൗൺ സ്ട്രീം വേഗതയും തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുക. ഇനി ഒഴുക്കിന്റെ വേഗത അല്ലെങ്കിൽ സ്ട്രീമിന്റെ വേഗത നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ, അപ്സ്ട്രീം വേഗതയും ഡൗൺ സ്ട്രീം വേഗതയും തമ്മിൽ വ്യത്യാസം എടുക്കുക. അതായത് ഡൗൺ സ്ട്രീം വേഗത ആയിരിക്കുമല്ലോ എപ്പോഴും കൂടുതൽ. ഡൗൺ സ്ട്രീം വേഗതയും അപ്സ്ട്രീം വേഗതയും തമ്മിൽ കുറച്ച ശേഷം പകുതി എടുക്കുക. ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഒഴുക്കിന് അനുകൂലമായ ഒരു ബോട്ട് സഞ്ചരിക്കുമ്പോൾ അതിന്റെ വേഗത എന്ന് പറയുന്നത് ഒഴുക്കിന്റെ വേഗതയും ബോട്ടിന്റെ വേഗതയും തമ്മിൽ കൂട്ടി എഴുതുക. എതിരെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഇവരെ തമ്മിൽ കുറച്ചെഴുതുക. എന്നാൽ ഇവിടെ നമുക്ക് ഈ ഡൗൺ സ്ട്രീം വേഗതയും അപ്സ്ട്രീം വേഗതയും തന്നിട്ട് ബോട്ടിന്റെ വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവരെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. സ്ട്രീമിന്റെ വേഗത കണ്ടുപിടിക്കാൻ ഇവരെ കുറച്ചിട്ട് പകുതി എടുക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോ. മറ്റ് ഏരിയയിൽ നമ്മൾ പഠിക്കാത്ത ചില കണക്ഷൻസ് ആണിത് കേട്ടോ. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ഇതിൽ ചില ചോദ്യങ്ങളാണ്. എന്തുണ്ടോ? എ ബോയ് ക്യാൻ സ്വിം ഇൻ സ്റ്റിൽ വാട്ടർ അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. If the speed of the current would have been 5 km/h, then the boy could swim 60 kilometers. കണ്ടോ? നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കാം. ഒരു ബോയ്ക്ക് നിശ്ചല ജലത്തിൽ 10 km/h വേഗതയിൽ നീന്താൻ കഴിയും. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒഴുക്കാണ് കേട്ടോടാ. ഒഴുക്ക്, വെള്ളത്തിന്റെ ഒഴുക്കാണ്. ഈ ഒഴുക്കിന്റെ വേഗത 5 km/h ആണ്. ബോയിയുടെ വേഗത 10 km/h ഒഴുക്കിന്റെ വേഗത 5 km/h ആണ്, അല്ലെ? ഈ ബോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം? 60 കിലോമീറ്റർ സ്വിം ചെയ്യണം. അത് അപ്സ്ട്രീമിലാകാം ഡൗൺ സ്ട്രീമിലാകാം. അത് എവിടെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നമ്മൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ബോയിയുടെ വേഗത 10 km/h അതുപോലെ ഒഴുക്കിന്റെ വേഗത 5 km/h ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ഈ ബോയിയുടെ അപ്സ്ട്രീം വേഗത എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 - 5 ആയിരിക്കും. അപ്സ്ട്രീം വേഗത 5 km/h ആണല്ലോ. ഈ ബോയിയുടെ തന്നെ ഡൗൺ സ്ട്രീം വേഗത എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 - 5 15, അല്ലെ? 10 - 5 കൂടെ കൂട്ടിയിട്ട് 15 km/h എന്ന് എഴുതാൻ പറ്റും. അപ്പൊ അപ്സ്ട്രീം വേഗത എന്ന് പറയുന്നത് 5 km/h ഡൗൺ സ്ട്രീം വേഗത എന്ന് പറയുന്നത് 15 km/h ആണല്ലോ. ഈ രണ്ട് വേഗതകൾ അറിയാമെങ്കിൽ 60 കിലോമീറ്റർ പുള്ളിക്കാരൻ താഴേക്കാണ് നീന്തുന്നതെങ്കിൽ എത്ര സമയം വേണം? 60/15. 60/15 എത്രയാ? 4 മണിക്കൂർ, അല്ലെ? താഴേക്ക് നീന്തുകയാണ് അല്ലെങ്കിൽ ഒഴുക്കിന് അനുകൂലമായി നീന്തുകയാണെങ്കിൽ എത്ര സമയം മതിയടാ? 4 മണിക്കൂർ. ഇനി ഒഴുക്കിനെതിരെയാണ് നീന്തുന്നതെങ്കിൽ എത്ര സമയം വേണം? ഇതിപ്പോ ഡൗൺ സ്ട്രീം ആണ് നമ്മൾ പറഞ്ഞ കേട്ടോ. ഇനി അപ്സ്ട്രീമിലാണെങ്കിലോ? ഡൗൺ സ്ട്രീം നമ്മൾ എഴുതിയതുപോലെ അപ്സ്ട്രീമിലാണെങ്കിൽ 60 എത്ര കൊടുത്താൽ മതി? 5. ഇത് എത്ര കിട്ടും? 12 മണിക്കൂർ. ഡൗൺ സ്ട്രീമിലാണെങ്കിൽ 4 മണിക്കൂർ, അപ്സ്ട്രീമിലാണെങ്കിൽ 12 മണിക്കൂർ. ഇതിൽ ഏതെങ്കിലും ഓപ്ഷനിലുണ്ടോ അപ്സ്ട്രീമിൽ 4 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്? ആണോ? അല്ല, അത് തെറ്റാ.
ഡൗൺ സ്ട്രീമിൽ 12 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇത് ശരിയാ. ഇവിടെ അപ് സ്ട്രീമിൽ 6 മണിക്കൂർ എന്ന് പറഞ്ഞു തെറ്റാ. ഡൗൺ സ്ട്രീമിൽ 4 മണിക്കൂർ എന്ന് പറഞ്ഞു. ആണോ? ശരിയാണോ? രണ്ടാമത്തേതും തെറ്റാണ്. ഏതാണ് ശരി? ഡി ആണ് ശരി. അല്ലെ, താഴേക്ക് വരാൻ എത്ര സമയം മതി എന്നാണ്. അല്ലേ, പിടികിട്ടിയോ? ഓക്കെ ആണ്. ബി തെറ്റാ കേട്ടോ. ഏതാണ് ശരി? ഡി ആണ് ശരി കേട്ടോ. അപ്സ്ട്രീമിൽ 4 മണിക്കൂർ അല്ല, അപ്സ്ട്രീമിൽ 12 തെറ്റാണ്. ഡൗൺ സ്ട്രീമിൽ എത്ര മണിക്കൂറാ? 4 മണിക്കൂറാ, 12 അല്ല, തെറ്റ്. അടുത്ത അപ്സ്ട്രീമിൽ 6 മണിക്കൂർ, തെറ്റ്. ഡൗൺ സ്ട്രീമിൽ 4 മണിക്കൂർ, ശരി കേട്ടോ. തെറ്റായ പിടികിട്ടിയ? അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സ്പീഡ് ഓഫ് എ ബോട്ട് എലോങ് ആൻഡ് അഗെയിൻസ്റ്റ് ദ കറണ്ട് ആർ 12 km/h ആൻഡ് 8 km/h റെസ്പെക്റ്റീവ്ലി. അതായത് ഒഴുക്കിന് അനുകൂലമായ വേഗതയും നമുക്കറിയാം, പ്രതികൂലമായ വേഗത അറിയാം. ഒഴുക്കിനെതിരെയുള്ള വേഗത 12 km/h, ഒഴുക്കിന് അനുകൂലമായ വേഗത 8 km/h എന്നാണോ? അല്ല, അനുകൂലമായത് 12ഉം എതിരെയുള്ളത് 8ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കുക, സ്പീഡ് ഓഫ് ദ കറണ്ട് എന്നാണ്. അപ്പൊ ഈ കറണ്ടിന്റെ അല്ലെങ്കിൽ ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് വേഗതകളെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കൂട്ടിയെഴുതുക എന്നാണോ? അല്ല, കുറച്ചെഴുതുക. എങ്ങനെ കുറയ്ക്കും? 12ൽ നിന്ന് 8 കുറച്ച ശേഷം എന്ത് ചെയ്യണം മക്കളെ? പകുതി എടുക്കണം. 12ൽ നിന്ന് 8 പോയാൽ 4ആണ്. 4ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒഴുക്കിന്റെ വേഗത 2 km/h ആണ്. ഓക്കെ, ഇനി ബോട്ടിന്റെ വേഗത നിങ്ങളോട് ചോദിക്കുകയാണെങ്കിലോ, ഇവിടുത്തെ ബോട്ടിന്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചാലോ, ഇവർ തമ്മിൽ കൂട്ടുക, 12ഉം 8ഉം കൂടെ കൂട്ടുക, 20. 20/2. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. ഇതിനെ 10 km/h എന്ന് നമുക്ക് വിളിക്കാം. പിടികിട്ടിയോ? അപ്പോ ഒഴുക്കിന്റെ വേഗത എന്ന് വെച്ചാൽ കുറച്ചിട്ട് പകുതി എടുക്കുക, ബോട്ടിന്റെ വേഗത എന്താന്ന് വെച്ചാൽ കൂട്ടിയിട്ട് പകുതി എടുക്കാം. തെറ്റായ? ഇവിടെ നമുക്ക് ഏതായിരുന്നു? ഒഴുക്കിൻ്റെതായിരുന്നു വേണ്ടത്. ഒഴുക്കിന്റെ എത്ര കിട്ടിയിട്ടുണ്ട്? 2 എന്ന് കിട്ടിയിട്ടുണ്ട്, 2 എന്ന് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളേത് ഓക്കെ ആയോ? ഇത് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. തെറ്റാണ്. ഓക്കെ. എ മാൻ റോസ്. എ മാൻ എന്ത് ചെയ്യാണ്? തുഴയുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ? 40 km അപ്സ്ട്രീം, മുകളിലേക്ക് 8 മണിക്കൂർ കൊണ്ടും, എന്നാൽ 36 km ഡൗൺ സ്ട്രീം, താഴേക്ക് 6 മണിക്കൂർ കൊണ്ടും തുഴയുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രീമിന്റെ വേഗത എത്ര? സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ്, ഒഴുക്കിന്റെ വേഗത 40 km എന്ത് ചെയ്യാണ്? അപ്സ്ട്രീം, മുകളിലേക്ക് 8 മണിക്കൂറിലാണ് സഞ്ചരിക്കുന്നത്. അല്ലെ, 40 km മുകളിലേക്ക് എന്താണ്? 8 മണിക്കൂർ സഞ്ചരിക്കുകയാണ്, 8 മണിക്കൂർ കൊണ്ട്. അല്ലെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 40/8 എന്ന് പറയാം. അല്ലെ, 40/8. 40/8 എന്ന് പറയുമ്പോൾ എത്രയാടാ? 5 km/h അല്ലേ? ഇതെന്താണ്? മുകളിലേക്കാണ്. അപ്പൊ അപ്സ്ട്രീം വേഗതയാണ് നമുക്ക് അറിയുന്നത്. ഇനി ഡൗൺ സ്ട്രീം വേഗതയിലേക്ക് പോവാണെങ്കിൽ എന്ത് ചെയ്യണം? 36/6 എന്ന് കൊടുക്കാം. 36/6 എത്രയാണ്? 6 km/h എന്നാണ്. 6 km/h. അപ്പൊ 5 km/h 6 km/h. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ സ്ട്രീം, ഒഴുക്കിന്റെ വേഗത എന്ത് എന്നാണ് ചോദ്യം. ഒഴുക്കിന്റെ വേഗത എത്ര നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു വിടണം മക്കളെ. എന്ത് ചെയ്താൽ മതി? ഈ 6ൽ നിന്ന് 5 കുറയ്ക്കുക, എന്നിട്ട് പകുതി എടുക്കുക. 6ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് 1 കിട്ടും. 1ന്റെ പകുതി എന്ന് വെച്ചാൽ അരയല്ലേ. ഇവിടുത്തെ വേഗത എന്താണെന്ന് വെച്ചാൽ 1/2 km/h എന്ന് നമുക്ക് പറയാം. അല്ലെ, ഈ 1/2 km/h തന്നെ നിങ്ങൾക്ക് 0.5 എന്ന് എഴുതിയാലും പ്രശ്നമില്ലല്ലോ. 0.5 km/h എന്ന് എഴുതാൻ പറ്റും. പിടികിട്ടിയോ? 6ൽ നിന്ന് 5 കുറച്ച ശേഷം പകുതി എടുക്കാം. ഓക്കെ, ഇത് നമ്മളോട് എന്ത് ചോദിച്ചാൽ ബോട്ടിന്റെ വേഗത അല്ലെങ്കിൽ മനുഷ്യന്റെ വേഗത എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? കൂട്ടണം. അല്ലെ, 6ഉം 5ഉം കൂടെ കൂട്ടുക. ബോട്ടിന്റെ വേഗത ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? 11/2 എന്ന് പറയണം. 11/2 എന്ന് വെച്ചാൽ എത്രയാണ്? 5.5, 5.5. അല്ലെ, ഇവിടെ നമുക്ക് സ്ട്രീമിന്റെ മാത്രം മതിയായിരുന്നു. അത് എത്രയാ? 0.5 ആയിരുന്നു.
എന്നാൽ ബോട്ടിൻ്റേത് കണ്ടെത്താൻ എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് പകുതി എടുക്കുക. ബോട്ടിന്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 5.5. കേട്ടാ, കഥ മനസ്സിലായ? ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. ബോട്ടും സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ അല്ലാതെ പഠിച്ച ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷെ കൺസെപ്റ്റിനകത്ത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ബോട്ടിന്റെ മീഡിയം മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അപ്സ്ട്രീം വേഗത കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ഡൗൺ സ്ട്രീം വേഗത കണ്ടുപിടിക്കേണ്ടത്, അതുപോലെ തന്നെ അത് രണ്ടും തന്നിരുന്നാൽ എങ്ങനെ ബോട്ടിന്റെ വേഗത കണ്ടുപിടിക്കണം, എങ്ങനെ ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കണം. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി ക്ലിയർ ആയി പഠിച്ചു വെക്കുക.